ഉമറാക്കളെ, സ്നേഹമുള്ള സമസ്തയുടെയും പോഷക സംഘടനകളുടെയും പ്രിയങ്കരായ പ്രവർത്തകരെ, സ്നേഹമുള്ള നാട്ടുകാർ, സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ 90ാം വാർഷിക മഹാസമ്മേളനം വരുന്ന ഫെബ്രുവരിയിൽ ആലപ്പുഴ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിളംബര പ്രഖ്യാപന മഹാസമ്മേളനമാണ് ഇവിടെ മംഗലാപുരം ദക്ഷിണ കന്നഡ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നിവിടെ സംഗമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ഉന്നതമായ നേതൃത്വം കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും അതിശക്തമാണ് എന്ന് തെളിയിക്കുന്ന മഹാജനസഞ്ചയമാണ് ഇവിടെ ഇന്ന് നാം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ എന്നതുപോലെ നമ്മുടെ കർണാടകയിലെയും മുസ്ലിം സഹോദരങ്ങളെ അടിയുറപ്പിച്ച് നിർത്തുവാനും പരിശുദ്ധ ദീനിന്റെ വാഹകരും സേവകരുമാക്കി നമ്മുടെ നാടിന്റെ ഇസ്ലാമിക ചൈതന്യം വരും കാലങ്ങളിലും ശക്തമാക്കുന്നതിനും വ്യത്യസ്ത മതസമൂഹം കൊള്ളുന്ന നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും സൗഹൃദവും അത് പൂർവോപരി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ അധാർമിക അരാജകത്വമായ സാഹചര്യങ്ങളിൽ ഉന്നതമായ ആത്മീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളു ജീവിക്കുവാൻ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്ന ഈ മഹാസമ്മേളനം എന്തുകൊണ്ടും വളരെ വിജയമാണ്. അള്ളാഹു നമ്മെ ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ മഹാസംഗമത്തിന് എല്ലാവിധത്തിലും സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ മഹോന്നതരായ സമസ്തയുടെ മുൻകാല നേതാക്കൾ, ഉലമാക്കൾ, സാദാത്തുക്കൾ, അവരോടൊപ്പം നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹാസംഗമത്തിന് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ഈ സമ്മേളനത്തിന് ആശംസാ പ്രഭാഷണം നടത്തിയ പാടക്കാട് കുടുംബത്തിലെ കുലപതി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർക്ക് 1000 കൃതജ്ഞതകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ഈ വേദിയിൽ ബഹുമാനപ്പെട്ട ശൈഖുന ടി.എം. ബാബു മുസ്ലിയാർ കോട്ടുമല, അതെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിന്റെ കാര്യദർശിയും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രധാന കാര്യദർശിയുമായ ബഹുമാനപ്പെട്ട ശൈഖുന ടി.എം. ബാബു മുസ്ലിയാർ കോട്ടുമല അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ಫೋಟೋಗ್ರಾಫರ್ ಮಹೇಶ್ ಆದಷ್ಟು ಬೇಗನೆ ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ಕಳಕಳಿಯಿಂದ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ಫೋಟೋಗ್ರಾಫರ್ ಮಹೇಶ್ ಅವರು ಆದಷ್ಟು ಬೇಗನೆ ವೇದಿಕೆಗೆ ಬರಬೇಕಾಗಿ ಕಳಕಳಿಯಿಂದ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ಸುನ್ನಿ ಸಂದೇಶದ ವತಿಯಿಂದ ಹೊರತಂದ ವಿಶೇಷ ಸಮಸ್ತ 90 ಪುರವಣಿಯನ್ನು ಸೈಯದ್ ಅಬ್ಬಾಸ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಲ್ರವರು ಗೋಲ್ತಮಜಲ್ ಅಬೂಬಕರ್ ಹಾಜಿ ಅವರಿಗೆ ನೀಡಿ ಸೈಯದ್ ಅಬ್ಬಾಸ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಲ್ರವರು ಬಂದ್ರಾಣ ಅಬ್ದುಲ್ ಖಾದರ್ ಮುಸ್ಲಿಯಾರ್ ಅಲ್ ಕಾಸಿಮಿ ಅವರಿಗೆ ನೀಡಿ ಬಿಡುಗಡೆ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಉಚಿತವಾಗಿ ಪ್ರತಿಯನ್ನು ವಿತರಣೆ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲರೂ ಅದನ್ನು ಪಡೆದುಕೊಳ್ಳಬೇಕಾಗಿ ವಿನಂತಿ. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് അവരുകളെ പ്രഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. വേദിയിലുള്ള ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ച സ്നേഹമുള്ള സഹോദരന്മാരെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 90-ാം വാർഷികം അതിൻ്റെ വിപുലമായ പരിപാടികളോടെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാപന സമ്മേളനം 2016 ഫെബ്രുവരി 11 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നടക്കാൻ പോവുകയുമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു പേര് സ്വീകരിച്ചു എന്നതാണ് വസ്തുത. പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങൾ കേരളീയ മുസ്ലിങ്ങളുള്ള എല്ലാ ഭാഗങ്ങളിലും, കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ വിപുലമായ നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മതപരമായ ഭാവി ഇരുളടഞ്ഞു പോകുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രബോധനം ചെയ്തതുപോലെ ബഹുമാനപ്പെട്ട സ്വഹാബ തങ്ങളിൽ നിന്നും അത് പകർത്തിയെടുത്തതുപോലെ, സ്വഹാബാക്കളിൽ നിന്നും താബീകൾ ഏറ്റുവാങ്ങിയതുപോലെ ആ പരമ്പരയിലൂടെ മുസ്ലിങ്ങൾ നിലനിന്ന് വരുന്ന പരിശുദ്ധമായ ദീനാണ് യഥാർത്ഥ ദീന് എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. വിശുദ്ധമായ ഖുർആന്റെ വചനങ്ങൾ പോലും ഈ കാര്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ മഹത്തുക്കളായ അമ്പിയാക്കന്മാർ ഈ ലോകത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രബോധനം ചെയ്ത പരിശുദ്ധ ഇസ്ലാം, അതിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവസാനത്തെ സമുദായമായ മുസ്ലിം സമുദായത്തിന് അതിനെ നൽകപ്പെടുകയും അന്ത്യനാള് വരെ ആ പരിശുദ്ധമായ ദീനിന്റെ തനിമയും പഴമയും നിലനിർത്തിക്കൊണ്ട് അതിനെ ഇവിടെ സജീവമാക്കാനുള്ള ബാധ്യത ഈ ഉമ്മത്തിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. അതിന്റെ പരമ്പരയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ദീനിനെ, ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പകർത്തിയ പരിശുദ്ധമായ ഈ ദീനിനെ ആ പരമ്പരയിലൂടെ കണ്ണിമുറിയാത്ത നിലക്ക് അതിനെ നിലനിർത്തി പോരുന്ന ആ ഒരു പാരമ്പര്യം അത് മുസ്ലിം സമുദായത്തിൽ 15 നൂറ്റാണ്ട് കാലമായി ഇവിടെ നിലനിന്ന് വരുന്നു. അവരൊക്കെ തന്നെ പൂർവീകമായ മഹാന്മാരുടെ ആ പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനങ്ങളെയും വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ആചാരങ്ങളെയും അതുപോലെ തന്നെ സംരക്ഷിച്ചു പോരുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിനെ മറ്റൊരു നിലക്കാക്കിയെടുക്കുന്ന ചില നീക്കങ്ങൾ ഇവിടുത്തെ പുത്തനാശയക്കാർ കൊണ്ടുവന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത നിലവിൽ വരുന്നത്. സമസ്തയുടെ ആ കാലഘട്ടം വരേക്കും കഴിഞ്ഞുപോയ മുസ്ലിങ്ങളുടെ പാരമ്പര്യം വിശുദ്ധമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ, ആ വിശുദ്ധമായ ആദർശത്തെ ഇവിടെ നിലനിർത്തിപ്പോരുകയായിരുന്നു. അതിനെ അവിശുദ്ധമാക്കുന്ന നീക്കങ്ങളാണ് ഇവിടുത്തെ പുത്തൻ വാദക്കാർ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ
അവരുടെ നീക്കം വളരെ കരുതലോടെ മഹാന്മാരായ പണ്ഡിതന്മാര് കാണുകയും ഇവിടുത്തെ ജനങ്ങളെ മുഴുവനും അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിർത്തിക്കൊണ്ട് ഈ ദീനിനെയും സമുദായത്തെയും സംരക്ഷിക്കാനുള്ള ബാധ്യത പണ്ഡിതന്മാര് നിറവേറ്റാനും നിർവഹിക്കാനും മുന്നോട്ട് വരികയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്നത്. ആ സമസ്തയുടെ 90 വർഷക്കാലത്തെ പാരമ്പര്യം ഈ മഹത്തായ ആദർശത്തിന് വേണ്ടി മാത്രമാണ് സമസ്ത നിലകൊണ്ടിട്ടുള്ളത്. അതിന്റെ പ്രമേയം തന്നെ, ഈ സമ്മേളന പ്രമേയം തന്നെ അതാണ്. 90 വർഷക്കാലത്തെ സമസ്തയുടെ പാരമ്പര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്ന ആ മഹത്തായ പ്രമേയമാണ് ഈ സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട സമസ്ത ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമസ്തയുടെ ബന്ധപ്പെട്ട് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടകയുടെ തെക്കൻ മേഖലയായ ദക്ഷിണ കന്നഡയുടെയും അതുപോലുള്ള സംസ്ഥാനങ്ങളിലെയും ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ആർക്കും തളർത്താനും ആര് തന്നെ തളർത്താനോ അതിനെ തകർക്കാനോ എന്ത് നീക്കം ഇവിടെ നടത്തിയാലും ഈ സമുദായം ഒരിക്കലും അതിനനുവദിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്ന വിധത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ വിപുലമായ നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മദ്രസ മേഖലയാണ്. മദ്രസ മേഖല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആ മദ്രസ പ്രസ്ഥാനം തുടങ്ങിവെച്ചെങ്കിൽ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും അതിനെ വ്യാപിപ്പിക്കാൻ സമസ്തക്ക് സാധിച്ചു. 65 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് 10,000-ഓളം വരുന്ന ദീനീ മദ്രസകളാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മദ്രസകളൊക്കെ തന്നെ ഈ സമുദായത്തിന്റെ വളർന്നു വരുന്ന തലമുറക്ക് അവരുടെ ദീന് എന്താണെന്ന് പഠിക്കാനും ദീനുമായി അടുക്കാനും ദീനിനെ വ്യക്തമായി മനസ്സിലാക്കാനുമുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മദ്രസ. ആ മദ്രസയിലെ അവിടുത്തെ പഠനരീതി, അതിന്റെ പുസ്തകങ്ങൾ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ച് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സിലബസ് എല്ലാം വളരെ തുറന്ന പുസ്തകമാണ്. ആർക്കും പരിശോധിക്കാനും ആർക്കും അത് പരിശോധിച്ചാൽ അതിന്റെ മഹത്വം എന്താണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന നിലക്കാണ് ആ മഹത്തായ പുസ്തകങ്ങൾ, സിലബസുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭീകരവാദം പഠിപ്പിക്കുന്നു, തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ആക്ഷേപങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം. ഈ ദക്ഷിണ കന്നഡയുടെ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു പ്രചരണം നടത്തി സമസ്തയെ പ്രതിയാക്കിക്കൊണ്ട് പ്രതികൂട്ടിൽ കയറ്റാനുള്ള നീക്കങ്ങൾ വരെ ഇവിടത്തെ സമസ്തയുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിൽ അതിനെ മുഴുവനും അതിജയിച്ചുകൊണ്ട് സമസ്ത എന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഒരു പ്രസ്ഥാനമാണെന്നും ആ പ്രസ്ഥാനം ഈ സമുദായത്തിന് വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ അവർ കൈമാറിക്കൊടുക്കുന്നുള്ളൂ എന്നും അവരുടെ ഈ സംവിധാനങ്ങളെ കൊണ്ടാണ് ഈ നാട്ടിലെ ഈ യഥാർത്ഥമായ മത സൗഹാർദ്ദ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നത് എന്നും വ്യക്തമായി അതിൽ ഉത്തരവാദപ്പെട്ടവർക്ക് പോലും ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. കോടതിയിൽ വരെ ഇതിനെതിരെ കേസ് കൊടുത്തെങ്കിലും അതൊന്നും തന്നെ വിജയിക്കാൻ ഒരിക്കലും തന്നെ ആ വിഭാഗക്കാർക്ക് അതിനെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൂടി സന്ദർഭത്തിൽ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്നത്. അതിനെ ഭീകരവാദികളെന്നോ തീവ്രവാദികളെന്നോ പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെ ഈ പ്രവർത്തനത്തിന് മുസ്ലിം സമുദായത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംവിധാനത്തിനെ തകർക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ വളരെ അങ്ങേയറ്റം വിഡ്ഢികളാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 90-ാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ ഇപ്പോൾ നടന്നു. ഇനി ഇതിന്റെ സമാപന സമ്മേളനമാണ് ആലപ്പുഴയിൽ നടക്കാൻ പോകുന്നത്. ഇത് തന്നെ കർണാടകയുടെ തെക്കൻ കന്നഡയുടെ ആസ്ഥാനമായ ഈ മംഗലാപുരത്ത് ഈ നഗരി കണ്ടതിൽ ഏറ്റവും വലിയ ഒരു സംഗമമായി ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ 90-ാം വാർഷികത്തിന്റെ സമാപന സമ്മേളനം
ഇൻഷാ അല്ലാഹ് അതിവിപുലമായ നിലക്ക് ആലപ്പുഴയിൽ നടക്കാനിരിക്കുകയാണ്. ആ മഹത്തായ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി ഇവിടെയുള്ള എല്ലാ ആളുകളും അതിന് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്താനുള്ളത്. നിങ്ങളെല്ലാം സമസ്തയുടെ ബന്ധുക്കളാണ്. ആ സമസ്ത എന്ന് പറഞ്ഞ സ്വാത്വികരായ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, അവരാണ് ആ പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ആ മഹാന്മാരോടൊപ്പം ആവണം നമ്മൾ. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ സ്വാദിഖീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം നിങ്ങളാകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആ സ്വാത്വികരായ പണ്ഡിതന്മാര്, അതാണ് സമസ്തയുടെ പണ്ഡിതന്മാര്. അവര് വളരെ വിശുദ്ധിയോടുകൂടി ആ ആദർശ വിശുദ്ധി വ്യക്തമായി ഇവിടെ സംരക്ഷിച്ചു പോന്ന് മുസ്ലിം സമുദായത്തിന്റെ ഈ സംരക്ഷണം ഏറ്റെടുത്തവരാണ്. അവരോടൊപ്പം നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളാൻ എല്ലാവരും തയ്യാറാകണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകട്ടെ, അനുഗ്രഹം നൽകട്ടെ. ആമീൻ എന്ന ദുആയോടുകൂടി ഈ മഹത്തായ പരിപാടിയെ സംബന്ധിച്ച് രണ്ടു വാക്ക് നിങ്ങളോട് പറയാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവർ വിഡ്ഢികളുടെ കൂട്ടത്തിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആശംസാ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ശൈഖുന MT ബാബു ഉസ്താദ് അവർക്ക് 1000 കൃതജ്ഞതകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇതിന്റെ മുശാവറാംഗവും സമസ്ത മുശാവറ ഫത്വ കമ്മിറ്റിയുടെ ചെയർമാനുമായ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാർ അവരുകളാണ്. ബഹുമാനപ്പെട്ട ശൈഖുന MT അബ്ദുള്ള മുസ്ലിയാർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಉಸ್ತುವಾರಿ ಸಚಿವರಾದಂತಹ ಶ್ರೀಮಾನ್ ರಮಾನಾಥ ರೈ ಅವರು ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ. ಅವರನ್ನು ಸಮಸ್ತ 90ನೇ ವಾರ್ಷಿಕ ಉದ್ಘಾಟನಾ ಸಮಾರಂಭಕ್ಕೆ ಆದರಪೂರ್ವಕ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇವೆ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖ്ഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖ്ഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖ്ഖിൽ മുബീൻ ദിൽ ഖുവ്വത്തിൽ മതീൻ. والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله مولانا العظيم. ബഹുമാനികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 90ാം വാർഷികം കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുശാവറ അംഗങ്ങളായ ഏതാനും ബഹുഭൂരിഭാഗം മുശാവറ അംഗങ്ങളും കർണാടകത്തിലെയും കേരളത്തിലെയും മഹാന്മാരായ നിരവധി സാദാത്തുക്കളും പണ്ഡിതന്മാരും ഉമറാക്കളും അണിനിരന്ന ഈ മഹത്തായ മുബാറക്കായ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ അതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ഈ ഒത്തുചേരലിനെ കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, സമയം വളരെ കുറവായതുകൊണ്ട് ഒരു പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആദർശ വിശുദ്ധിയുടെ 90 വർഷം സമസ്ത ഏറ്റെടുത്ത പരിശുദ്ധമായ ഒരാദർശം 1400 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ 14.5 നൂറ്റാണ്ട് മുമ്പ് ഗാർ ഹിറായിൽ നിന്ന് തുടങ്ങിവെച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിലൂടെ സലഫ് സാലിഹ്യങ്ങളിലൂടെ കൈമാറി വന്ന പരിശുദ്ധമായ ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റെടുക്കുകയും അതിനൊരണുപോലും പോറലേൽക്കാൻ അനുവദിക്കാതെ 90 വർഷം അത് നിലനിർത്തുകയും ചെയ്തിരിക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന്, മദീനയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് വന്നു, മദീനയിൽ നിന്ന് യമനിലേക്ക് പോയി, യമനിൽ നിന്നും കേരളത്തിലേക്കും തെക്കേ ഇന്ത്യയിലേക്കും വന്നു. ആ പരിശുദ്ധമായ ആദർശം 23 കൊല്ലക്കാലം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാക്കുകളിലൂടെ മാത്രമല്ല പ്രവൃത്തികളിലൂടെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും, ആ ഒരു ആദർശം അത് ഖിയാമത്ത് നാൾ വരെ ആ ആദർശം ആര് നിലനിർത്തിപ്പോരുന്നുവോ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അത് നല്ല നിലയിൽ ഖിയാമത്ത് നാൾ വരെ ആര് നിലനിർത്തിപ്പോരുന്നുവോ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹുവിന്റെ പൊരുത്തം അവർക്കുണ്ട്. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹു അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടവരാണ്. പരിശുദ്ധ ഖുർആൻ ഈ ആദർശത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ, യഥാർത്ഥമായ ഈമാൻ, യഥാർത്ഥമായ വിശ്വാസം, യഥാർത്ഥമായ അറിവ് അത് യമനിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ യമനല്ല, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കപ്പെടുന്ന വിശ്വാസം, അറിവ്, അതാണ് യഥാർത്ഥമായ അഖീദ വിശ്വാസമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷി നിന്നു. അതാണ് ആ പരിശുദ്ധമായ ആദർശം. അത് മദീനയിൽ നിന്ന് സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് വന്നതുപോലെ യമനിൽ നിന്ന്, പ്രത്യേകിച്ച് ഹദറമൂത്തിൽ നിന്ന് നിരവധി സാദാത്തുക്കളും നിരവധി പണ്ഡിതന്മാരും ഇവിടെ വന്നു. അവർ പ്രചരിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ആ പരിശുദ്ധമായ ആദർശം. ബഹുമാനപ്പെട്ട മഖ്ദൂമിയങ്ങൾ ഈ തെക്കൻ കർണാടകത്തിൽ ബടുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മഖ്ദൂം ഫഖീഹ് ഇസ്മായിൽ കുത്തുബ് ബടുക്കൽ എന്നാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുക. കുത്തുബ് ബടുക്കൽ, ആ ഏരിയയിലുള്ള കുത്തുബായിരുന്നു അദ്ദേഹം. അദ്ദേഹം മഖ്ദൂമാണ്, യമനിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു വലിയ കറാമത്ത്, അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ ഒളുണ്ടാക്കുന്ന സമയത്ത്, ഹൗദിൽ നിന്ന് ഒളുണ്ടാക്കുന്ന സമയത്ത്, ഒളുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഹൗദിലേക്ക് അങ്ങോട്ട് ചാടി. അപ്രത്യക്ഷമായി മറഞ്ഞു, ആളെ കാണുന്നില്ല. പിറ്റേ ദിവസം അദ്ദേഹം അവിടെ തന്നെ വന്ന് വെളിപ്പെട്ടു. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മക്കയിൽ നിന്നൊരാൾ വന്നു, ഒരു അറബി വന്നു. കഴിഞ്ഞ വർഷം മക്കയിലൊരു തീപിടുത്തമുണ്ടായി. ആ തീ അണക്കുന്നതിന് വേണ്ടി, അതിനെ കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നൊരാൾ വന്നിട്ടുണ്ടായിരുന്നുവല്ലോ, അദ്ദേഹത്തിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആളുകൾ പറഞ്ഞു, ഒരാൾ ഇവിടെ നിസ്കരിക്കാൻ വരും, നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഫഖീഹ് ഇസ്മായിൽ തങ്ങൾ, മഖ്ദൂം തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചുമലിൽ ചെറിയ ഒരു പൊള്ളലേറ്റ ഒരു അടയാളം ഉണ്ടായിരുന്നു.
ഇത് തന്നെയാണ് ആള്. അന്ന് അദ്ദേഹത്തിന്റെ ചുമലിൽ ഒരു പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള കറാമത്തുകൾ കാണിച്ച മഹത്തുക്കളായ മഹദൂമീങ്ങൾ ഇവിടെ വന്നു. അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സംഘടനയ്ക്ക് രൂപം നൽകിയ ബഹുമാനപ്പെട്ട അതിന്റെ സ്ഥാപക നേതാവ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അദ്ദേഹത്തിന് ഗർഭം ചുമന്ന് അദ്ദേഹത്തിന്റെ ഉമ്മ ബീവി ഉമ്മാമ പ്രസവിക്കാൻ വേണ്ടി പ്രസവവേദന വന്ന സമയത്ത് ജനങ്ങളൊക്കെ ഒരുമിച്ചുകൂടി പ്രസവം എളുപ്പമാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. നട്ടുച്ച സമയത്ത് ഒരു പ്രായം ചെന്ന ആൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ തിളങ്ങുന്ന ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രത്തിലേക്ക് നോക്കി കീഴ്പോട്ട് നോക്കിയപ്പോൾ അകത്തുനിന്ന് കുഞ്ഞിന്റെ കരച്ചിലാണ് കേട്ടത്. ബഹുമാനികളെ, എന്താണ് അതിന്റെ അർത്ഥം? എന്റെ സഹാബി വര്യന്മാർ അസ്ഹാബി കന്നുജൂമി ഫബി അയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സഹാബിമാർ നക്ഷത്ര തുല്യരാ, അവരോട് നിങ്ങൾ ആരോട് പിൻപറ്റിയാൽ നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നക്ഷത്രത്തോട് ഉപമിപ്പിച്ചുകൊണ്ട് ഈ സമൂഹം വഴിവേച്ചു പോകുന്ന സമയത്ത് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു നക്ഷത്രമിതാ ഉദിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തതാ. അങ്ങനെയുള്ള ഒരുപാട് കറാമത്തുകളുടമ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ എവിടുന്നാ വന്നത്? യമനിൽ നിന്നാ വന്നത്. വരക്കൽ മുല്ലക്കോയ തങ്ങളോടൊപ്പമാണ് അവരുടെ ഉപ്പാപ്പാന്റെ കൂടെ വന്നതാണ് ശൈഖുനാ ശംസുൽ ഉലമായുടെ ഉപ്പാപ്പ. ഇങ്ങനെ പൊന്നാനി മഖ്ദൂമീങ്ങൾ അവരൊക്കെ യമനിൽ നിന്ന് വന്നവരാണ്. ആ യമനിലൂടെയും മദീനയിൽ നേരിട്ടും കേരളത്തിലും തെക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിലും വന്നു ചേർന്നിട്ടുള്ള ആ പരിശുദ്ധമായ ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കയ്യിൽ എത്തിപ്പെട്ടത് 90 വർഷങ്ങൾക്ക് മുമ്പാണ്. 1920കളിലാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, ഇന്ന് വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനത്തിൽ, അതിന്റെ തീരുമാനങ്ങളിൽ, അതിന്റെ പ്രവർത്തനങ്ങളിൽ ആ പരിശുദ്ധമായ ആദർശത്തിന് വ്യതിയാനമുണ്ടാകുന്ന യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ അനുവദിക്കുകയുമില്ല. നിങ്ങൾക്കറിയാം, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് ഇന്ന് വരെ നിലനിന്നു പോകുന്ന ഒരു കാര്യമായിരുന്നു പരിശുദ്ധ ഖുർആനിന്റെ ലിപി. റസ്മുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിന്റെ പ്രത്യേകമായ ലിപിയുടെ കൂടെ റസ്മീംലായി എന്ന് പറയുന്ന സാധാരണ ലിപിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഓതാൻ സൗകര്യത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകമായ ലിപി അത് സംരക്ഷിക്കുന്നതോടൊപ്പം സാധാരണക്കാർക്ക് ഖുർആൻ ഓതുന്നതിന്റെ സൗകര്യത്തിന് വേണ്ടി സാധാരണ ലിപിയിൽ ഖുർആൻ എഴുതുകയും അതിൽ ഓതുകയും അതിൽ ഓതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിരോധമില്ല എന്ന് നിരാക്ഷേപം 14 നൂറ്റാണ്ടുകൾ നിലനിന്നു പോകുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്തായി ഒരു വിഭാഗം ആളുകൾ അതിനെ നിഷേധിക്കുകയുണ്ടായി. അങ്ങനെ ഖുർആൻ എഴുതൽ ഹറാമാണ്, ആ ഖുർആൻ ഓതൽ ഹറാമാണ്, അത് ചുട്ടുകരിച്ച് കളയേണ്ടതാണ്. മുസ്ഹഫുകളൊക്കെ ചുട്ടുകരിച്ച് കളയണം. ഈ കർണാടകത്തിൽ ഞാൻ തന്നെ ഒരു പ്രാവശ്യം വന്ന് 14 നൂറ്റാണ്ടിലുള്ള ഓരോ നൂറ്റാണ്ടിലെയും റസ്മീന്റെ പ്രകാരമുള്ള ഖുർആനിന്റെ പതിപ്പുകൾ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിച്ചു. 14 നൂറ്റാണ്ടിലുള്ള ഓരോ നൂറ്റാണ്ടിലെയും പ്രതികൾ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിച്ചു. ആയിരക്കണക്കായ ആളുകൾ വരിയായി നിന്നുകൊണ്ട് അത് കാണുകയുണ്ടായി. എല്ലാവർക്കും ബോധ്യമായി ഞങ്ങൾക്കിനി പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ നിരന്നു പോകുന്ന കാര്യങ്ങൾ, അതിനെ നിഷേധിക്കുന്ന, അതിനെതിരെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ ഈ പരിശുദ്ധമായ സമസ്തയുടെ ആദർശം, ആ ആദർശം ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. അത്തരക്കാരിൽ നിന്നാണ് ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ സംഘടന നിലനിൽക്കും. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു തആല വരുന്നത് വരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നിലനിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, ആ 90 വർഷത്തെ പരിശുദ്ധമായ ആദർശം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് സമസ്തയുടെ 90ാം വാർഷികം ആലപ്പുഴയിൽ നടക്കാൻ പോവുകയാണ്. ഉദ്ഘാടന സമ്മേളനം തന്നെ ഇത്ര ഗംഭീരമാണെങ്കിൽ
സമാപന സമ്മേളനം 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമാപന സമ്മേളനം എന്തായിരിക്കും നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വമ്പിച്ച വിജയമാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഔലിയാക്കളും അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ സമസ്തയെ നയിച്ച നേതാക്കന്മാരുടെ കറാമത്തുകൾ പറയുകയാണെങ്കിൽ മാസങ്ങളോളം ഇവിടെ നിന്ന് പറയാനുണ്ട്. ആ മഹാന്മാരായ ആലിമീങ്ങളും ഉഖ്റവിയായ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഔലിയാക്കളും നയിച്ച ആ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അവരോടൊപ്പം ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി നമ്മളും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നാം ഉപദേശിക്കുകയും അതിനുവേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ സമ്മേളനത്തിന് ആശംസാ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ശൈഖുന MT അബ്ദുള്ള ഉസ്താദ് അവർക്ക് 1000 ಕೃತಜ್ಞತೆകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ಈ ಸಮಾರಂಭಕ್ಕೆ ಈಗ ತಾನೇ ಆಗಮಿಸಿದಂತಹ ಹಾಜಿ KS ಮೊಹಮ್ಮದ್ ಮಸೂದ್ ಹಾಗೂ ಸನ್ಮಾನ್ಯ ಆರೋಗ್ಯ ಸಚಿವರಾದಂತಹ UT ಖಾದರ್, ಹಾಜಿ ವೈ ಅಬ್ದುಲ್ಲಾ ಕುഞ്ഞി, SM ರಶೀದ್ ಹಾಜಿ ಇವರಿಗೆ ಈ ಸಮಾರಂಭಕ್ಕೆ ತುಂಬು ಹೃದಯದ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇವೆ. ಇನ್ನು ಮುಂದೆ ನಮ್ಮ ಈ ಸಮಾರಂಭಕ್ಕೆ ಸಂಪೂರ್ಣವಾದ ಸಹಕಾರವನ್ನು ನೀಡಿದ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಉಸ್ತುವಾರಿ ಸಚಿವರಾದಂತಹ ಸನ್ಮಾನ್ಯ ಶ್ರೀ ಬಿ ರಮಾನಾಥ ರೈ ಈ ಸಮಾರಂಭಕ್ಕೆ ಶುಭವನ್ನು ಕೋರಲಿದ್ದಾರೆ. ಸನ್ಮಾನ್ಯ ಸಚಿವರನ್ನ ಆದರಪೂರ್ವಕ ಶುಭವನ್ನು ಕೋರಲು ಆಮಂತ್ರಿಸ್ತಾ ಇದ್ದೇವೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತ್. ಪ್ರೀತಿಯ ಆತ್ಮೀಯ ಸಹೋದರರೇ, ಈ ಸಮಸ್ತ ಮಹಾಸಮ್ಮೇಳನದ ಸಭಾವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರ್ತಕ್ಕಂಥ ಮಂಗಳೂರಿನ ಕಾಜಿಯವರೇ, ಆತ್ಮೀಯರಾದ ಮಿತ್ತಬೈಲ್ ಉಸ್ತಾದ್ರವರೇ, ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾಗಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಉಸ್ತಾದರುಗಳೇ, ಸಾಮಾಜಿಕ ರಾಜಕೀಯ ಮುಖಂಡರುಗಳೇ, ಆತ್ಮೀಯ ಬಂಧುಗಳೇ, ಈ ಒಂದು ಮಹತ್ತರವಾದ ಮಹಾಸಮ್ಮೇಳನದಲ್ಲಿ ಜಿಲ್ಲಾ ಉಸ್ತುವಾರಿ ಸಚಿವನಾಗಿ ನನ್ನನ್ನು ಕೂಡ ಬಹಳ ಪ್ರೀತಿಯಿಂದ ಆತ್ಮೀಯತೆಯಿಂದ ಆಮಂತ್ರಣ ಕೊಟ್ಟು ನಮ್ಮನ್ನ ಸ್ವಾಗತ ಮಾಡಿದೆ. ಉದ್ದೇಶ ಇಷ್ಟೇ, ಸಾಮಾಜಿಕ ಸಾಮರಸ್ಯದ ಅಗತ್ಯವನ್ನು ಮನಗೊಂಡು ನೀವು ನಮ್ಮನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸಿದೆ. ನನಗೆ ಬಹಳ ಸಂತೋಷ ಆಗಿದೆ. ಸಮಾಜದಲ್ಲಿ ಬೇರೆ ಬೇರೆ ಜಾತಿ ಧರ್ಮ ಭಾಷೆಯ ಜನ ಇರಬಹುದು. ನಾವು ಅರ್ಜಿ ಹಾಕಿ ಇದೇ ಜಾತಿಯವನಾಗಿ ಇದೇ ಧರ್ಮದವಾಗಿ ಹುಟ್ಟಬೇಕು ಅಂತೇಳಿ ಅಪೇಕ್ಷೆ ಪಟ್ಕೊಂಡು ನಾವು ಜನ್ಮಕ್ಕೆ ಬರಲಿಲ್ಲ. ದೇವರು ನಮಗೆ ಜನ್ಮ ಕೊಟ್ಟಿದ್ದಾನೆ. ನಾವು ದೇವರು ಜನ್ಮ ಕೊಟ್ಟಂತೆ ಯಾವ ಧರ್ಮ ಇರ್ಬೋದು, ಯಾವ ಭಾಷೆ ಇರ್ಬೋದು, ಯಾವ ಜಾತಿ ಇರ್ಬೋದು, ಆ ಜಾತಿ ಧರ್ಮದ ಧಾರ್ಮಿಕ ಚೌಕಟ್ಟನ್ನು ಅರ್ಥ ಮಾಡಿಕೊಂಡು ಬದುಕುವುದೇ ಧರ್ಮ. ನಾವು ಪರಧರ್ಮ ಸಹಿಷ್ಣುತೆಯನ್ನ ಆಧಾರವಾಗಿಟ್ಕೊಂಡು ಬದುಕಬೇಕಾದ ಅಗತ್ಯ ಇದೆ. ಸನಾತನ ಹಿಂದೂ ಧರ್ಮ ಪರಧರ್ಮ ಸಹಿಷ್ಣುತೆಯನ್ನ ಮಾಡಬೇಕು ಅಂತ ನಮಗೆ ಬೋಧನೆ ಮಾಡಿರ್ತಕ್ಕಂಥದ್ದು. ಯಾರು ಪರಧರ್ಮವನ್ನ ಗೌರವಿಸುವುದಿಲ್ಲ ಅವರು ನಿರ್ದಿಷ್ಟ ಧರ್ಮಕ್ಕೆ ಸೇರಿದಂತವನಾಗುವುದಿಲ್ಲ ಅನ್ನುವಂಥದ್ದು ನಾವು ತಿಳ್ಕೊಂಡಿರ್ತಕ್ಕಂಥದ್ದು. ಅಸಹಿಷ್ಣುತೆಯ ಮಾತುಗಳು ಕೇಳಿ ಬರ್ತಕ್ಕಂಥ ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ಸಾಮಾಜಿಕ ಸಾಮರಸ್ಯದ ಅಗತ್ಯತೆಯನ್ನ ನಾವೆಲ್ಲರೂ ಕೂಡ ಮನಗಾಣಬೇಕಾಗಿದೆ. ರಾಷ್ಟ್ರದ ಭಾವೈಕ್ಯತೆಯನ್ನು ಉಳಿಸಿಕೊಂಡು, ರಾಷ್ಟ್ರ ಸಮಗ್ರತೆಯನ್ನು ಉಳಿಸಿಕೊಂಡು, ರಾಷ್ಟ್ರದ ಅಖಂಡತೆಯನ್ನು ಉಳಿಸಿಕೊಂಡು ಎಲ್ಲ ಜಾತಿ ಧರ್ಮ ಭಾಷೆಯವರು ನಮ್ಮ ಎಲ್ಲರೂ ಕೂಡ ಅಣ್ಣ ತಮ್ಮಂದಿರಂತೆ ಸಹೋದರಂತೆ ಬಾಳೆ ಬದುಕತಕ್ಕಂಥ
ಒಂದು ನಡವಳಿಕೆಯಲ್ಲಿ ಸಮಾಜ ಇರಲಿ ಅನ್ನುವಂಥ ಮಾತನ್ನು ಕೂಡ ಈ ಸಂದರ್ಭ ಹೇಳಲಿಕ್ಕೆ ನಾನು ಅಪೇಕ್ಷೆ ಪಡ್ತಾ ಇದ್ದೇನೆ. ಆನುವಂಶಿಕವಾಗಿ ಪರಂಪರಾಗತವಾಗಿ ನಮ್ಮ ಜಿಲ್ಲೆಯಲ್ಲಿ ಸಾಮಾಜಿಕ ಸಾಮರಸ್ಯ ನಡೆಕೊಂಡಂತಹ ದಾರಿಯನ್ನು ನಾವು ಮತ್ತೆ ಪುನರುತ್ಥಾನ ಮಾಡತಕ್ಕಂಥ ಅಗತ್ಯ ಇದೆ. ಎಲ್ಲೋ ಒಂದು ಕಡೆ ಕೌಲು ಹೊಡೆದು ದಾರಿ ತಪ್ಪತಕ್ಕಂಥದ್ದಕ್ಕೆ ಕೆಲವು ಜನ ಮನುಷ್ಯನ ಮತ್ತು ಅಪನಂಬಿಕೆಗಳ ಅವಿಶ್ವಾಸವನ್ನ ಸೃಷ್ಟಿ ಮಾಡತಕ್ಕಂಥ ಕಾರ್ಯದಲ್ಲಿ ನಿರತರಾಗಿದ್ದಾರೆ. ಬಹುಶಃ ನಾವು ಒಂದು ಮಾತನ್ನು ತಿಳಿಯಬೇಕಾಗಿದೆ. ಇವತ್ತು ನಾವು ತಿಳಿಯಾದ ವಾತಾವರಣ ನಿರ್ಮಾಣ ಮಾಡತಕ್ಕಂಥದ್ದು ಅಪಪ್ರಚಾರಗಳು, ಸುಳ್ಳು ಸುದ್ದಿಗಳು, ಅದಕ್ಕೆ ಯಾವತ್ತೂ ಕೂಡ ನಾವು ಕಿವಿ ಕೊಡಬಾರದು. ಇದು ಒಂದು ಮಾತು ಹಿರಿಯರು ಹೇಳಿರ್ತಕ್ಕಂಥ ಸತ್ಯ. ರೂಮರ್ ಮಾಂಗರ್ಸ್ ಆರ್ ನ್ಯಾಷನಲ್ ಎನಿಮೀಸ್. ಸುಳ್ಳು ಸುದ್ದಿಗಳನ್ನು ಯಾರು ಹರಡುತ್ತಾರೆ ಅವರು ದೇಶದ್ರೋಹಿಗಳು ಅಂತ ಹೇಳಿ. ಅದು ಎಲ್ಲ ಸಮಾಜದಲ್ಲಿ ಇದ್ದಾರೆ. ಸುಳ್ಳು ಸುದ್ದಿಗಳನ್ನ ಹರಡಿಸಿ ಮನುಷ್ಯನ ಅಪನಂಬಿಕೆಗಳು, ಅವಿಶ್ವಾಸವನ್ನು ಸೃಷ್ಟಿ ಮಾಡತಕ್ಕಂಥ ಜನ ನಮ್ಮ ಸಮಾಜದಲ್ಲಿದ್ದಾರೆ. ನಾವೆಲ್ಲರೂ ಕೂಡ ಎಲ್ಲಾ ಜಾತಿ ಧರ್ಮ ಭಾಷೆ. ಬಹುಶಃ ನನಗೂ ಕೂಡ ಜಿಲ್ಲಾ ಉಸ್ತುವಾರಿ ಸಚಿವನಾಗಿ ನನಗೂ ಕೂಡ ಒಂದು ಕರ್ತವ್ಯ ಇದೆ. ನಾನು ಕರ್ತವ್ಯದಲ್ಲಿ ಖಂಡಿತ ಲೋಪ ಮಾಡುವಂತಲ್ಲ ಅಲ್ಲ. ನನ್ನ ವಿದ್ಯಾರ್ಥಿಯಿಂದ ನಾನು ನಡ್ಕೊಂಡು ಬಂದಂತ ದಾರಿ. ಬಹುಶಃ ವೇದಿಕೆಯಲ್ಲಿ ನಿಂತ್ಕೊಂಡು ನಾವು ಸೌಹಾರ್ದದ ಬಗ್ಗೆ, ಸಾಮರಸ್ಯದ ಬಗ್ಗೆ ಗಂಟೆಗಟ್ಟಲೆ ಪುಗ್ಗಾನುಪುಗ್ಗವಾಗಿ ಭಾಷಣ ಮಾಡಬಹುದು. ಆದರೆ ಅದಕ್ಕೆ ಹೆಚ್ಚು ಮಹತ್ವ ಇಲ್ಲ. ನಮ್ಮ ನಡವಳಿಕೆಗೆ ಹೆಚ್ಚು ಮಹತ್ವ ಇದೆ. ನಾನು ರಮನಾತ್ರಯಾಗಿ ರಾಜ್ಯಕ್ಕೆ ಬದುಕಿನಲ್ಲಿ ಇತರ ಧರ್ಮದ, ಇತರ ಜಾತಿ, ಇತರ ಭಾಷೆಯ ಜನರನ್ನು ಎಷ್ಟು ಮಟ್ಟದಲ್ಲಿ ಗೌರವಿಸ್ತಾನೆ ಅಂತಕ್ಕಂಥ ಗೌರವ ತರ್ತದೆ ಅಂತ ಹೇಳ್ತಕ್ಕ ನಂಬಿಕೆ ನನ್ನದು. ಆ ಒಂದು ದೃಷ್ಟಿಯಲ್ಲಿ ನಾನು ಈ ಸಮಾಜದಲ್ಲಿ ಹುಟ್ಟಿನಿಂದ ಇಲ್ಲಿವರೆಗೆ ಎಲ್ಲಾ ಜಾತಿ, ಎಲ್ಲಾ ಧರ್ಮದ, ಎಲ್ಲಾ ಭಾಷೆಯ ಜನರು ಅದು ನಾನು ಸಹೋದರ ಅಂತಕ್ಕಂಥ ಭಾವನೆಯಿಂದ ನನ್ನ ನಡವಳಿಕೆಯನ್ನು ಮಾಡಿದ್ದೇನೆ. ಅದು ಎಷ್ಟು ಜನ ಒಪ್ಪಿದ್ದಾರೆ ಬಿಟ್ಟಿದ್ದಾರೆ ಅನ್ನಬೇಕಾಗಿಲ್ಲ. ನಾನು ದೇವರಿಗೆ ಮೆಚ್ಚುವಂತ ಕೆಲಸವನ್ನ, ಮಾನವ ಧರ್ಮ ಅದು ಮಹತ್ತರವಾದ್ದನ್ನು ಅಂತ ಹೇಳ್ತಕ್ಕಂಥದ್ದು ನಾನು ನಂಬಿಕೊಂಡು ಬಂದಿರತಕ್ಕಂಥದ್ದು ಅಂತ ಹೇಳ್ತೇನೆ. ಅದನ್ನ ಉಳಿಸಿಕೊಳ್ಳುವಲ್ಲಿ ನೀವು ಒಟ್ಟಿಗೆ ಶ್ರಮಿಸೋಣ ಅಂತಕ್ಕಂಥ ಮಾತನ್ನು ಈ ಸಂದರ್ಭ ಹೇಳ್ತಾ, ಅಲ್ಲಾಹು ನಿಮಗೆ ಒಳ್ಳೇದು ಮಾಡಲಿ. ನಾನು ಒಂದು ಮಾತನ್ನು ಹೇಳ್ತೇನೆ. ಇವತ್ತು ಎಲ್ಲಾ ಜಾತಿ, ಎಲ್ಲಾ ಧರ್ಮದ ಎಲ್ಲಾ ಜನರಲ್ಲಿ ಆ ಮನಸ್ಸಿನಲ್ಲಿ ದ್ವೇಷವನ್ನ ಹಂಚುವಂತ ಮನಸ್ಸು ಯಾರಿಗೆ ಕೊಡಬೇಡ ದೇವರೇ. ಅಲ್ಲಾಹುವೇ ಎಲ್ಲರಿಗೂ ಪ್ರೀತಿಯನ್ನು ಕೊಡ್ತಕ್ಕಂಥ ಮನಸ್ಸನ್ನು ಕೊಡು. ನಾವು ಪ್ರಾರ್ಥನೆ ಇಷ್ಟೇ ಮಾಡುದು, ನಾವು ದುವಾ ಇಷ್ಟೇ ಮಾಡುದು, ಎಲ್ಲರ ಮನಸ್ಸಿಗೆ ಪ್ರೀತಿಯನ್ನು ಹಂಚತಕ್ಕ ಮನಸ್ಸನ್ನು ಕೊಡು ದೇವರೇ. ದ್ವೇಷವನ್ನು ಕೊಡ್ತಕ್ಕಂಥ ಮನಸ್ಸನ್ನು ಯಾರಿಗೂ ಕೊಡಬೇಡ. ದ್ವೇಷದಿಂದ ಯಾರೊಬ್ಬನು ಸೋಲಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. ಪ್ರೀತಿಯನ್ನು, ಜಗತ್ತನ್ನು ಗೆಲ್ಲುವುದು ಅಂತ ಹೇಳ್ತಕ್ಕಂಥ ಮಾತು ಅದು ಯಾವತ್ತು ಸತ್ಯ ಅಂತ ಹೇಳ್ತಕ್ಕಂಥ ಮಾತನ್ನು ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಿದ್ದೇನೆ. ನಿಮ್ಗೆಲ್ಲಿ ದೇವರು ಒಳ್ಳೇದು ಮಾಡಲಿ. ಮುಂದಿನ ದಿವಸಗಳು ಒಳ್ಳೆ ದಿವಸಗಳಾಗಲಿ, ಮುಂದಿನ ದಿನ ಸುಂದರ ದಿವಸ ಆಗಲಿ, ಮುಂದಿನ ದಿನ ಸಾಮರಸ್ಯಗಳಾಗಲಿ, ಮುಂದಿನ ದಿನ ಬಲಿಷ್ಠ ಭಾವೈಕ್ಯ ದಿನಗಳಾಗಲಿ ಅನ್ನುವಂತ ಮಾತನ್ನು ಹೇಳ್ತಾ ನನ್ನ ಒಂದು ಎರಡು ಮಾತಿಗೆ ವಿರಾಮವನ್ನು ಆಡ್ತೇನೆ. ವಾಕರ್ತವನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ನಮಸ್ಕಾರ, ನಮಸ್ಕಾರ, ನಮಸ್ಕಾರ. ಬಹಳ ಚೊಕ್ಕವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಶುಭವನ್ನು ಕೋರಿದ ಸನ್ಮಾನ್ಯ ಶ್ರೀ ಬಿ ರಮನಾಥ ರೈ ಇವರಿಗೆ കൃതജ്ഞതയെന്നു സല്ലിസ്താ ഇದ್ದೇವೆ. ഇനി നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഇവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സദഖല്ലാഹുൽ അലിയുൽ അലീം. അഭിവന്യരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, മഹത്തായ ഈ പരിപാടിയിൽ വന്നെത്തിയ സഹോദരന്മാർ, ഈ ഒത്തുചേരലിൽ ഒരു സാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മംഗലാപുരത്ത് ഒരു വലിയ സമ്മേളനം മുമ്പ് നടന്നത് ഓർക്കുന്നുണ്ട്.
പക്ഷേ ഈ സമ്മേളനം ഒരു ഉദ്ഘാടന സമ്മേളനം എന്ന നിലയിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെയുള്ള എല്ലാ ജനങ്ങളോടും സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ്. സൗഹൃദത്തെ സംബന്ധിച്ചാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്. സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പാഠങ്ങളാണ് നമ്മുടെ പിഞ്ചു മക്കൾക്ക് നാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതസ്ഥരും നമ്മോടൊന്നിച്ച് സ്നേഹബന്ധം പങ്കിടാനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാനും കഴിയണം. ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് മക്കയിൽ 13 വർഷവും 10 വർഷം മദീനത്തും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധനം. അതിൽ ഹുദൈബിയ സന്ധി മുതൽ 3 വർഷത്തെ പ്രബോധനമാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് വലിയ പങ്ക് വഹിച്ചു. മക്കയിൽ സുരക്ഷിതരായി മുണ്ടനം ചെയ്തവരായും കളഞ്ഞവരായും നിങ്ങൾ എത്തിച്ചേരുമെന്ന തങ്ങളുടെ സ്വപ്നം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1400 ആളുകൾ മക്കയിലേക്ക് പുറപ്പെട്ടത്. മക്കയിലെത്താൻ ഒരു 25 കിലോമീറ്റർ മാത്രം ഉള്ളപ്പോൾ അവിടെ വെച്ച് മുസ്ലിംകളെ തടയപ്പെട്ടു. മുസ്ലിംകൾ മക്കത്ത് പോകാൻ കഴിയാതെ അവിടെ നിന്ന് തഹല്ലുലായി ഉംറയുടെ അമലിൽ നിന്ന് വിരമിച്ച് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അവിടെ വെച്ച് തന്നെ ഒരു സന്ധി ഉണ്ടാക്കി അവരുമായി. ആ സന്ധിയുടെ കാര്യത്തിൽ മുസ്ലിംകളിൽ തന്നെ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത തുടക്കത്തിൽ ഉണ്ടായി. ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നാൽ അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഇതാണ് മുസ്ലിക്കുകൾ ആവശ്യപ്പെട്ടത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളിലേക്ക് വന്നാൽ അതും ഞങ്ങൾക്ക്, ഞങ്ങളിൽ നിന്ന് വരുന്നത് അതും നിങ്ങൾ. കരാർ എഴുതുമ്പോൾ അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് മക്കക്കാരുമായി നടത്തിയ കരാറാണ് എന്ന് പറയുന്ന സന്ദർഭം റസൂലുള്ളാഹ് എന്ന് വേണ്ട, മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്ന് മതി, വാപ്പാന്റെ പേരെഴുതിയാൽ മതി. അതായിരുന്നു. പക്ഷെ അതൊക്കെ സമ്മതിച്ചു. ഉമർ ഖത്താബ് അതിൽ വളരെ പ്രയാസം അനുഭവപ്പെടുകയും റസൂലുള്ളാഹിന്റെ അടുക്കൽ ആദ്യം ചെന്ന് ചോദിച്ചു, നമ്മളിൽ നിന്ന് മരിച്ചു പോകുന്ന ആളുകൾ സ്വർഗത്തിലില്ലേ, അവരിൽ നിന്ന് പോകുന്നവർ നരകത്തിൽ, പിന്നെന്തിനാണ് നാം ഈ വഷളായ കരാറിൽ ഒപ്പിടുന്നത്? പക്ഷേ റസൂലുള്ളാഹ് അവിടെ തന്നെ ഉറച്ചു നിന്നു. പിന്നെ ഉമർ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് ഇതേ ആശയം, ഇത് അള്ളാന്റെ റസൂലാണെന്ന് എനിക്ക് അറിയില്ലേ ഉമറേ എന്നാ ചോദിച്ചത്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു 3 വർഷത്തെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം കൊണ്ടാണ് ലോകത്ത് മുഴുവനും ഇസ്ലാം എത്താൻ കാരണമായത്. ആ വർഷത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജാക്കന്മാർക്കും നേതാക്കൾക്കും കത്തെഴുതാൻ തങ്ങൾ ആരംഭിച്ചത്. അങ്ങനെ ആ വിജയത്തിലേക്ക് എത്തിച്ചു. എല്ലാ നിലയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ്. അപ്പോ ഉമർ ഖത്താബ് ആഗ്രഹിച്ചത്, ബദറിൽ നമുക്ക് വിജയമുണ്ടായിട്ടുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ശക്തിയും നമ്മൾക്കുണ്ട്, പിന്നെ എന്തിന് നമ്മൾ ഈ നിരക്കുള്ളവരോ എന്ന കരാറിൽ ഏർപ്പെടണം. പക്ഷെ അവിടെ ആ സന്ദർഭത്തിൽ
തീവ്രമായൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ മക്കയിലുണ്ടായിരുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ നിലക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. അതിന്റെ വിജയം കാണുകയും ചെയ്തു. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കുക. അതേ സ്വഭാവമാണ് ഏതൊരു വിഷയത്തിലാണെങ്കിലും, കരാറിന്റെ വിഷയത്തിലാണെങ്കിലും, മറ്റ് വിഭാഗത്തിലുള്ള ആളുകളുമായി യോജിച്ചു പോകുന്നതിലാണെങ്കിലും ഒക്കെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വിശാലമായ കാഴ്ച. ഇന്ത്യയിൽ 300 മതം, 300 ഭാഷ, 1.25 കോടിയോളം മനുഷ്യർ, അവരടിയിൽ ഒരാളുടെ വാശി മാത്രം നടത്താൻ അത് സാധ്യമാവുകയില്ല. അവിടെയാണ് റസൂലുള്ളാന്റെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിലുണ്ടായ ആ സാഹചര്യം നമുക്ക് നേരായ മാർഗം കാണിച്ചു തരുന്നത്. ലോകത്ത് മുഴുവനും തീവ്രമായ നിലപാട്, ഭീകരമായ നിലപാട്. അതിന് എത്ര കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവർ റസൂലുള്ളാന്റെ ഈ മാതൃകയിലേക്ക് തിരിച്ചു വന്നാൽ നിശ്ചയമായും അവിടെയല്ല ലോകത്ത് മുഴുവനും സമാധാനമുണ്ടാക്കാൻ കഴിയും. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് നാം പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം. സമാധാനത്തിന്റെ മെസ്സേജ്, ശാന്തിയുള്ള മെസ്സേജ്, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് എല്ലാ സ്ഥലത്തും, മുസ്ലിങ്ങളുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നേരായ മാർഗത്തിലേക്ക്, നേരായ വഴിക്ക് സമൂഹത്തെ നയിക്കാൻ നമുക്ക് മാത്രമാണ് കഴിയുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിമീങ്ങളുടെ എല്ലാ നിലയിലുള്ള പ്രാതിനിധ്യം അവർക്കാണ് ഉള്ളത്. ആ നിരക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷത്തോടുകൂടെ ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും മുസ്ലിങ്ങളും തമ്മിൽ ജീവിക്കുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ ആ മാതൃക സ്വീകരിക്കണം. അതിനായി പ്രവർത്തിക്കുക. നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടാകും. എല്ലാ ഭീകരവാദികളെയും വാളില്ലാതെ, തോക്കില്ലാതെ ഈ ആശയം കൊണ്ട് നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയും. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ സമ്മേളനത്തിലേക്ക് ആശംസാ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ശൈഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് അവർക്ക് 1000 ಕೃತಜ್ಞತೆಗಳು ರೇಖಪಡಿಸಿಕೊಳ್ಳುന്നു. ಇನ್ನು ಸಮಯದ ಅಭಾವವಿರುವುದರಿಂದ ಒಂದೆರಡು ಮಾತುಗಳಿಂದ ಈ ಶುಭ ಸಮಾರಂಭಕ್ಕೆ ಶುಭವನ್ನು ಕೋರಲಿದ್ದಾರೆ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಆರೋಗ್ಯ ಸಚಿವರಾದಂತಹ ಸನ್ಮಾನ್ಯ ಯುಟಿ ಖಾದರ್ ಅವರು. ಅವರನ್ನ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತುಲ್ ಉಲೇಮಾರ ಸಮಸ್ತ 90ರ ಉದ್ಘಾಟನಾ ಮಹಾಸಮ್ಮೇಳನದ ಈ ಒಂದು ಧಾರ್ಮಿಕ ಸಭಾ ಕಾರ್ಯಕ್ರಮದ ಸಭಾ ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದು ಈ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷ ಸ್ಥಾನ ವಹಿಸಿದಂತಹ ನಮ್ಗೆಲ್ಲರಿಗೂ ಬಹುಮಾನ್ಯರು, ನಮ್ಗೆಲ್ಲರಿಗೂ ಗೌರವಂತಹ ಮಂಗಳೂರು ಜಿಲ್ಲಾ ಕಾದಂತಹ ಶೇಖುನ ಖಾಜಿ ತ್ವಾಕ ಅಹಮದ್ ಮುಸ್ಲಿಯಾರ್ ಅವರೇ, ಕಾರ್ಯಕ್ರಮದ ನೇತೃತ್ವ ವಹಿಸಿದಂತಹ ನಮ್ಗೆಲ್ಲರಿಗೂ ಬಹುಮಾನ್ಯರು, ಮಾರ್ಗದರ್ಶಕರಾಗಿರುವಂತಹ ಶೇಖುನ ಕೆಪಿ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ ಮುಸ್ಲಿಯಾರ್ ಮಿತ್ರಬೈಲ್ ಅವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತವಂತಹ ನಮ್ಮೆಲ್ಲರ ಬಹುಮಾನ್ಯರಾದಂತಹ ಶೈಖುನ ಝೈನುಲ್ ಉಲೇಮಾ ಚೇರುಶ್ರೀ ಝೈನುದ್ದೀನ್ ಮುಸ್ಲಿಯಾರ್ ಅವರೇ, ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿದ್ದು ನಮ್ಗೆಲ್ಲರಿಗೂ ಮಾರ್ಗದರ್ಶನ ನೀಡಿರುವಂತಹ ನಮ್ಗೆಲ್ಲರಿಗೂ ಬಹುಮಾನಂತಹ ಶೈಖುನ ಟಿ.ಎಂ. ಬಾಪು ಮುಸ್ಲಿಯಾರ್ ಕೋಟ್ಮಾಲರ್ ಅವರೇ, ಶೈಖುನ ಎಂ.ಟಿ. ಅಬ್ದುಲ್ ಮುಸ್ಲಿಯಾರ್ ಅವರೇ, ಶೈಖುನ ಪ್ರೊಫೆಸರ್ ಕೆ. ಅಲಿಕುಟಿ ಮುಸ್ಲಿಯಾರ್ ಅವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತವಂತಹ ನಮ್ಮ ಆತ್ಮೀಯ ಗೌತಮ ಸೆಂಟ್ರಲ್ ಕಮಿಟಿಯ ಮುಖ್ಯಸ್ಥರಾಗಿರುವಂತಹ ಆದಿ ಮೊಹಮ್ಮದ್ ಮಸೂದಾ ಖಾನ್ ಅವರೇ, ಬಹುಮಾನದ ಎಲ್ಲ ಉಲೇಮಾಗಳೇ, ಗೌರವಿತ ಉಮಾರ ಕಲೆ ಸಮಿತಿಯ ಎಲ್ಲ ಸದಸ್ಯರೇ, ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದ ನೇತೃತ್ವ ವಹಿಸಿದಂತಹ ನಮ್ಮ ಗೆಲುವು ಗೌರವಿತರು, ಇದರ ಜನರಲ್ ಕನ್ವೀನರಂತಹ ಹಾಜಿ ಕೆ.ಎಸ್. ಇಸ್ಮಾಯಿಲ್ ಕಲ್ಲಡ್ಕರ್ ಅವರೇ, ಕೋಶಾಧಿಕ ಇಬ್ರಾಹಿಂ ಕೋಡ್ಜಾಲ್ ಅವರೇ, ಹಾಗೂ ಈ ಒಂದು ಸಮಸ್ತ ಕಾರ್ಯಕ್ರಮದ ಎಲ್ಲ ನಮ್ಮ ಕಾರ್ಯಕರ್ತರ ಮಿತ್ರರೇ, ಮುಂದಿರುವ ಉಲೇಮಾಗಳೇ, ಉಮಾರಾಕಲೇ, ಸಹೋದರರೇ, ಮಾಧ್ಯಮ ಮಿತ್ರರೇ ಹಾಗೂ ಆತ್ಮೀಯ ಹಿತೈಷಿ ವರ್ಗದವರೇ, ಬಹಳಷ್ಟು ಸಂತೋಷವಾಗ್ತಿದೆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಲಿಕ್ಕೆ.
ಬಹುಶಃ ಇದು ಬಹಳಷ್ಟು ಉಲೇಮಾಗಳಿರುವಂತಹ ಒಂದು ವೇದಿಕೆಯಲ್ಲಿ ಈ ಒಂದು ವೇದಿಕೆ ಬಂದು ಎಲ್ಲ ಉಲೇಮಾಗಳ ದುವಾ ಪಡೆಯುವಂತಹ ಅವಕಾಶವನ್ನು ಅಲ್ಲಾಹ್ ತಾಲಾ ನನಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. ಅಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಪ್ರಥಮವಾಗಿ ಎಲ್ಲ ಉಲೇಮಾಗಳ ಮತ್ತು ಉಮರಾಕಳ ದುವಾ ನಾನು ಇವತ್ತು ಯಾಚಿಸಿಕೊಳ್ಳುತ್ತಾ ಬಹುಶಃ ಇವತ್ತು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ನಾನು ಬಹುಶಃ ನಿಮ್ಮಂತ ಉಲೇಮಾಗಳಿಗೆ ಮತ್ತು ಉಮರಾಕಳಿಗೆ ಸಂದೇಶ ಕೊಡಲಿಕ್ಕೆ ನಾನು ಬಹಳ ಚೆನ್ನಾಗಿದ್ದೇನೆ. ಏನಿದ್ರು ಕೂಡ ನಿಮ್ಮಿಂದ ಮಾರ್ಗದರ್ಶನ ಪಡೆದುಕೊಂಡು ನಾನೇಗೆ ಸಂಬಂಧದಲ್ಲಿರಬೇಕು, ಸರ್ವರ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾಗುವ ಮೂಲಕ ನಾವು ಕೂಡ ಅಲ್ಲಾಹ್ ತಾಲಾ ಪ್ರೀತಿಗೆ ಪಾತ್ರರಾಗಬೇಕು ಹಂತದಲ್ಲಿ ನಾನು ಇರುವಂತದ್ದು. ಆದರೆ ಒಬ್ಬ ಮಂತ್ರಿಗಿಂತ ಒಬ್ಬ ಸೋದರನಾಗಿ ಸಮುದಾಯದ ಯುವಕ ಮಿತ್ರರಿಗೆ ಒಬ್ಬ ಸೋದರನಾಗಿ ಬಹುಶಃ ನಾನು ಹೇಳುವುದಿಷ್ಟೇ, ನಾವೆಲ್ಲರೂ ಪ್ರೀತಿ ವಿಶ್ವಾಸೋದರ ಜೀವನ ಸಾಗಿಸುವಂತ ಅವಕಾಶ ಆಗಬೇಕಾಗ್ತದೆ. ಸಮಸ್ತ ಕೇರಳ ಜಮೀಯತ್ ಉಲೇಮಾ ಕಳೆದ 90 ವರ್ಷಗಳ ಹಿಂದೆ ಸ್ಥಾಪನೆಗೊಂಡು ಬಹುಶಃ ಕೇರಳ ಪ್ರದೇಶ ಮಾತ್ರ ಅಲ್ಲ, ಮಲಬಾರ್ ಪ್ರದೇಶ ಮತ್ತು ಕರ್ನಾಟಕ ಮತ್ತು ದಕ್ಷಿಣ ಭಾರತ ವಿವಿಧೆಡೆಯಲ್ಲಿ ಧಾರ್ಮಿಕ, ಶೈಕ್ಷಣಿಕ, ಲೌಕಿಕ ಶಿಕ್ಷಣ ಕೊಡುವ ಮೂಲಕ ಎಲ್ಲ ಸತ್ಪ್ರಜೆಗಳನ್ನು ಅತ್ಯಂತ ಸತ್ಪ್ರಜೆಯಾಗಿದ್ದುಕೊಂಡು ಅವರ ತಂದೆ ತಾಯಂದಿರ ಆಸ್ತಿ ಮಾತ್ರ ಅಲ್ಲ, ತಂದೆ ತಾಯಂದಿರ ಆಸ್ತಿ ಜೊತೆಯಲ್ಲಿ ಸಮುದಾಯದ ಒಂದು ದೇಶ ಸಂಪತ್ತಾಗಿ ಮಾರ್ಪಡುವಂತಹ ಅವಕಾಶ ಆಗಿದೆ. ಅಂತ ವ್ಯಕ್ತಿತ್ವವನ್ನು ಬಹುಶಃ ಮೈಗೂಡಿಸಿಕೊಳ್ಳುವಂತ ಮನೋಭಾವವನ್ನು ಯುವ ಜನಾಂಗ ಇವತ್ತು ಹಮ್ಮಿಕೊಳ್ಬೇಕಂತೇಳಿ ಒಬ್ಬ ಸೋದರ ನಾನು ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸುವಂತ ಕೆಲಸ ನಾನು ಇವತ್ತು ಮಾಡುವಂಥದ್ದು. ಬಹುಶಃ ಇಂಥ ಒಂದು ಧಾರ್ಮಿಕ ಮುಂದಾಳತ್ವದ ಮುಖಾಂತರ ಬಹುಶಃ ನಾವು ನಮ್ಮ ಸಮುದಾಯದ ಗೌರವವನ್ನು ಹೆಚ್ಚಿಸುವಂತ ಅವಕಾಶಕ್ಕೆ ನಾವೆಲ್ಲ ಯುವಕರು ಮುಂದೆ ನಿಂತು ತಮ್ಮ ಕೆಲಸ ನಿರ್ವಹಿಸಬೇಕು ನಾನು ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸುವಂತ ಕೆಲಸ ನಾನು ಮಾಡಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಇಚ್ಛಿಸ್ತೇನೆ. ಅದಕ್ಕೆ ಆಗ್ಬೇಕಾದ್ರೆ ಯುವ ಜನಾಂಗಕ್ಕೆ ಒಬ್ಬ ಸೋದರನಾಗಿ ನನ್ನ ಕಳಕಳಿ ವಿನಂತಿ, ನಾವೆಲ್ಲ ಯುವ ಸಮುದಾಯ ಮತ್ತು ಇವತ್ತು ಉಲೇಮಾಗಳ ಮಾರ್ಗದರ್ಶನದಲ್ಲಿ ತಮ್ಮ ಹೆಜ್ಜೆಯನ್ನು ಮುಂದಿಡುವಂತ ಅವಕಾಶ ಆಗಬೇಕಾಗ್ತದೆ. ಯಾವುದೇ ಒಂದು ಯುವಕರು ಇವತ್ತು ಯಾವುದೇ ಒಂದು ಉಲೇಮಾಗಲಿ ಬೇರೆ ರೀತಿ ಮಾತಾಡುವ ಅವಕಾಶ ಯಾರು ಕೂಡ ಕಲ್ಪಿಸುವಂತ ಅವಕಾಶ ಆಗಬಾರ್ದು. ಉಲೇಮಾಗಳಿಗೆ ವಿಶೇಷವಾದ ಶಕ್ತಿ ಇದೆ. ಅವರ ದುವಾ ಮೂಲಕ ಹೋಗುವಂತ ಮನೋಭಾವನೆ ಇವತ್ತು ಯುವ ಜನಾಂಗ ಹಮ್ಮಿಕೊಳ್ಳಿ ಅಂತ ನಾನು ಕೂಡ ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸುವ ಕೆಲಸ ನಾನು ಇವತ್ತು ಮಾಡ್ತೇನೆ. ಬಹುಶಃ ಕಳೆದ ಚುನಾವಣೆ ನಾನು ಓಟಿಗೆ ನಿಂತ ಸಂದರ್ಭದಲ್ಲಿ ಬಹುಶಃ ನನಗೆ ಅದರ ಹಿಂದೆ ಬಹುಶಃ ನಮ್ಮೆ ಬಹಳಷ್ಟು ಅವರೇ ನಿಂತ ಸಂದರ್ಭದಲ್ಲಿ ನನ್ನ ಚುನಾವಣೆ ಗೆದ್ದು ಬರುವ ಸಂದರ್ಭದಲ್ಲಿ 30,000 ಬಹುಶಃ ಲೀಡ್ ಬಾರ್ದು ನಿಮ್ಮೆಲ್ಲರ ದುವಾ ಸಹಕಾರದ ಮೂಲಕ 30,000 ಬಹುಶಃ ಬರುವಂತ ಅವಕಾಶ ಇದೆ. ಬಹಳಷ್ಟು ಜನ ಲೆಕ್ಕ ಮಾಡಿದ್ರು, ನನ್ನನ್ನು ಯಾರು ಪ್ರತಿಸ್ಪರ್ಧಿಸಿದ್ರ, ನನ್ನ ಸೋಲಿಕ್ಕೆ ತಯಾರಾಗಿ ನಿಂತಿದ್ರ, ಅವರು 1 ತಿಂಗಳು ಲೆಕ್ಕ ಮಾಡ್ತಾ ಕೂತ್ಕೊಂಡ್ರು. 10,000ದಲ್ಲಿ ಬಹುಶಃ ಖಾದರಿ ಹಿಂದೆ ಗೆದ್ದಿದ್ದಾರೆ, 20,000ದಲ್ಲಿ ಅವರ ತಂದೆ ಉಲಾಲದಲ್ಲಿ ಗೆದ್ದಿದ್ದಾರೆ. ಈ 30,000 ಮತ್ತೆ ಎಲ್ಲಿಂದ ಬಂದಿದೆ ಅಂತ ಲೆಕ್ಕ ಹಾಕಿದ್ರು ಕೂಡ ಅವ್ರಿಗೆ ಯಾರಿಗೂ ಕೂಡ ಲೆಕ್ಕ ಸಿಕ್ಕುವುದಿಲ್ಲ. ನಾನು ಅವರಿಗೆ ಹೇಳಿದೆ, ಈ 20ರಿಂದ 30,000 ನೀವು ಹೇಳ್ಕೊಂಡು ಲೆಕ್ಕಕ್ಕೆ ಎಲ್ಲಿಂದ ಓಟು ಬಂದಿದ್ದು ಲೆಕ್ಕ ಮಾಡಬೇಡಿ, ಅದೆಲ್ಲ ಉಲೇಮಾಗಳ ದುವಾ ಮುಖಾಂತರ ಬಂದಂತ ಮತ, ಅದಕ್ಕೆ ಲೆಕ್ಕ ಸಿಕ್ಕುವುದಿಲ್ಲ ಮಾತ್ರ ಹೇಳೋದಿತ್ತು ನಾನು ಕಲಿಸುವಂತವ್ರು. ಸೊ ಯುವಕರಿಗೆ ನಾನು ಹೇಳಿದಿಷ್ಟೇ, ಉಲೇಮಾಗಳ ದುವಾ ಮತ್ತು ಮಾರ್ಗದರ್ಶನ ವಿಶೇಷವಾದ ಶಕ್ತಿ ಇದೆ. ಬಹುಶಃ ಅವರ ಮಾರ್ಗದರ್ಶನ ಪಡೆದುಕೊಂಡು ಮುಂದೆ ಹೋಗುವಂತ ಮನೋಭಾವನ ಹಮ್ಮಿಕೊಳ್ಳುವಂತ ಅವಕಾಶ ಆಗ್ಬೇಕಂದ್ರೆ ಕೂಡ ನಾನು ಹೇಳಿಕ್ಕೆ ನಾನು ಇಚ್ಛಿಸುವಂತವ್ರು. ಒಬ್ಬ ಪ್ರತಿನಿಧಿಯಾಗಿ ನಾನು ನನ್ನಿಂದ ಈ ಒಂದು ಸಮಸ್ತ ಎಲ್ಲ ನಮ್ಮ ಕಾರ್ಯಕ್ಕೆ ಯಾವುದಿದೆಯಾ ಎಲ್ಲ ಉತ್ತಮ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ನನ್ನ ಸಂಪೂರ್ಣವಾದ ಸಹಕಾರ ಖಂಡಿತವಾಗಿಯೂ ನಾನು ಕೊಡ್ತೇನೆ. ಬಹುಶಃ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಯಾವುದು ಇವತ್ತು ಅಲಪೆಯಲ್ಲಿ ನಡೆದಿದೆ, ನಮ್ಮಿಂದ ಆಗುವಂತ ಸಹಕಾರ ಏನಿದೆ ಅದು ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮೂಲಕ ನಿಮ್ಗೆ ಏನು ಸಹಕಾರ ಬೇಕು, ಅದು ನಮ್ಮ ಒಬ್ಬ ಪ್ರತಿನಿಧಿಯಾಗಿ ಒಬ್ಬ ಸೋದರನಾಗಿ ಮುಂದೆ ನಿಂತು ನಿಮಗೆ ಖಂಡಿತವಾಗಿ ನಾನು ಸಹಕಾರ ಕೊಡ್ತೇನೆ ಅಂತ ಕೂಡ ನಮ್ಮ ಮಾತನ್ನು ಕೂಡ ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸುವಂತ ಕೆಲಸ ನಾನು ಇವತ್ತು ಮಾಡುವಂಥದ್ದು. ಬಹುಶಃ ಎಲ್ಲ ನಮ್ಮ ಯುವಕ ಮಿತ್ರರಿಗೆ ನಾನು ಹೇಳಿದಿಷ್ಟೇ, ಸಮಸ್ಯೆ ಬರ್ತದೆ ಸ್ವಾಭಾವಿಕ, ತಾಳ್ಮೆಗೆ ವಿಶೇಷವಾದ ಶಕ್ತಿ ಇದೆ, ಸಬರ್ಗೆ ವಿಶೇಷ ಶಕ್ತಿ ಇದೆ ಅಂತೇಳಿ ನನಗೆ ಮದ್ರಾಸ್ದಲ್ಲಿ ನಮ್ಮ ಉಲೇಮಾಗಳ ಕೆಲಸದ ವಿಚಾರ ಇವತ್ತು ಹೇಳುವಂಥದ್ದು. ಪ್ರತಿಯೊಂದು ಕೂಡ ತಾಳ್ಮೆಯಿಂದ ತಮ್ಮ ಹೆಜ್ಜೆಯನ್ನು ಮುಂದಿಡುವಂತ ಅವಕಾಶ ತಾವು ಮಾಡ್ಬೇಕನ್ನೋದು ಕೂಡ ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸುವಂಥದ್ದು. ಯಾರು ಬಹುಶಃ ಇವತ್ತು ತಾಳ್ಮೆಯಿಂದ ಇದ್ದಾನ ಅವನ ಯಶಸ್ಸನ್ನು ಯಾರೊಂದೂ ಕೂಡ ತಡೆಯಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ ಅಂತೇಳಿ ಬಹುಶಃ ಇತಿಹಾಸ ಇದು ತೋರಿಸಿಕೊಡುವಂತ ಕೆಲಸ ಇವತ್ತು ಆಗಿದೆ. ಅದಕ್ಕಾಗಿ ಯಾಕೆಂತ ಯಾವಾಗಲೂ ಹೇಳುವುದಿದೆ, ಸಮಸ್ಯೆಗಳು ಬರ್ತದೆ ಸ್ವಾಭಾವಿಕ, ಸಮಸ್ಯೆ ಇಲ್ಲದ ಪ್ರದೇಶ ಇಲ್ಲ, ಸಮಸ್ಯೆ ಇದ್ದಲ್ಲಿ ಮನುಷ್ಯ ಇಲ್ಲ, ಎಲ್ಲಿ ಕೂಡ ಸಮಸ್ಯೆ ಇದ್ದಲ್ಲಿ ಸಿಕ್ಕುವಂಥದ್ದು. ಈ ಸಮಸ್ಯೆನೆಲ್ಲ ಧೈರ್ಯವಾಗಿ ಎದುರಿಸಿಕೊಂಡು ನಾನು ನೆಮ್ಮದಿಯಿಂದ ಜೀವನ ಮಾಡಬೇಕು, ಇನ್ನೊಬ್ಬರಿಗೆ ನೆಮ್ಮದಿಯ ಜೀವನ ವಾತಾವರಣ ನಿರ್ಮಾಣ ಮಾಡಬೇಕು, ಅದು ನನ್ನ ಜೀವನದ ಮುಖ್ಯ ಗುರಿ ಆಗಬೇಕು. ಅದಕ್ಕೆ ನಾವು ನಮ್ಮ ಧಾರ್ಮಿಕ ಶಿಕ್ಷಣ ಮತ್ತು ಲೌಕಿಕ ಶಿಕ್ಷಣ ಪಡೆಯುವಂತ ಅವಕಾಶ ನಾವು ಪಡ್ಕೊಂಡಿದ್ದೇವೆ ನಾನು ಕೂಡ ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸುವಂತ ಕೆಲಸ ನಾನು ಇವತ್ತು ಮಾಡುವಂತ. ನಮ್ಮ ಧಾರ್ಮಿಕ ಶಿಕ್ಷಣ ಮತ್ತು ನಮ್ಮ ಶೈಕ್ಷಣಿಕ ಶಿಕ್ಷಣದ ಮುಖ್ಯ ಗುರಿ ಏನಂತ ಹೇಳಿದ್ರೆ ಬಹುಶಃ ನಮ್ಮ ಬರುವಂತ ಸಮಸ್ಯೆ ಧೈರ್ಯವಾಗಿ ಎದುರಿಸಿ ನೆಮ್ಮದಿಯಿಂದ ನಾನು ಬಾಳಿ ಇನ್ನೊಬ್ಬನಿಗೆ ನೆಮ್ಮದಿಯ ವಾತಾವರಣ ನಿರ್ಮಾಣ ಮಾಡಿ ಅದು ನಮ್ಮ ಜೀವನದ ಮುಖ್ಯ ಗುರಿ ಆಗುವಂತ ಅವಕಾಶ ಆಗ್ಬೇಕನ್ನ ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸ್ತೇನೆ. ಬಹುಶಃ ಇದು ಸಮಸ್ಯೆಗಳು ಯಾವುದಂತ ಹೇಳಿದ್ರೆ ಈ ಸಿಗ್ನಲ್ ಲೈಟ್ ಇದ್ದಾಗ ಯಾವುದೇ ಕಷ್ಟ ಬಂದರೂ ಕೂಡ ತಾಳ್ಮೆಂದಿರಿ. ಒಂದು ಸಿಗ್ನಲ್ ಲೈಟ್ ಬಂದಾಗ ಆಟೋಮ್ಯಾಟಿಕ್ ನೀವು ನಿಲ್ಲೇಬೇಕು, ಮತ್ತೆ ಕೆಂಪು ಲೈಟ್ ಬಂದ ನಂತರ ಹಸಿರು ಲೈಟ್ ಬಂದೇ ಬರ್ತದೆ, ನೀವು ಹೋಗಲೇಬೇಕು. ಅದೇ ರೀತಿ ಸಮಸ್ಯೆಗಳು ಬರ್ತದೆ, ಸ್ವಲ್ಪ ಹೊತ್ತು ತಾಳ್ಮೆಯಿಂದ ಇದ್ದು ಬಿಡಿ, ಮತ್ತೆ ನೀವು ನಿಮ್ಮಷ್ಟು ಸಮಸ್ಯೆ ಬಿಟ್ಟು ಹೋಗಲೇಬೇಕು, ಇಲ್ಲದ್ರೆ ಬೇರೆ ದೂಡಿ ಬಿಡ್ತಾರೆ ಒಮ್ಮೆ ಹೋಗುಮಾರೆ ಅಂತೇಳಿ.
ಅದು ಬಿಟ್ಟು ಇಲ್ಲಿ ಸಿಗ್ನಲ್ ಬಂದಾಗ ನೀವು ಸಿಗ್ನಲ್ ಜಂಪ್ ಮಾಡ್ಲಿಕ್ಕೆ ಹೋದ್ರೆ ಆಗ ಪೊಲೀಸ್ ಕೇಸ್ ಹೋಗಂತ ಪರಿಸ್ಥಿತಿ. ಆಗ ನಿಮ್ಮ ಎಲ್ಲ ಸಮಸ್ಯೆಗಳನ್ನು ಕೂಡ ಉಲೇಮಾಗಳ ಮುಖಾಂತರ ಆ ಕಾಂಪ್ರಮೈಸ್ ಮುಖಾಂತರ ಮುಂದೆ ತೆಗೆದುಕೊಂಡು ಹೋಗುವಂತ ಅವಕಾಶ ಮಾಡಿ. ನಾನೊಬ್ಬ ಸೋದರನಾಗಿ ನಿಮ್ಗೆ ಹೇಳೋದೆಲ್ಲರಿಗೂ ಇಷ್ಟ, ಯಾವುದೇ ಸಮಸ್ಯೆ ಬರಲಿ ನಿಮ್ಮ ಉಲೇಮಾಗಳು ಮತ್ತು ಉಮರಾಗಳು ಮುಂದೆ ಇಟ್ಟುಕೊಂಡು ನೀವು ಪಂಚಾಯತಿಗೆ ಮಾಡಿದ್ರೆ ಅದು ಪರ್ಮನೆಂಟ್ ಪಂಚಾಯತಿಗೆ ಆಗ್ತದೆ. ಪೊಲೀಸ್ನವರು ನಿಮ್ಮ ಪಂಚಾಯತಿಗೆ ಮಾಡಿದ್ರೆ ಅದು ಟೆಂಪರರಿ ಪಂಚಾಯತಿಗೆ ಮಾತ್ರ ಆಗ್ತದೆ. ಅದಕ್ಕೆ ಉಲೇಮಾಗಳ ಮುಖ ಪರ್ಮನೆಂಟ್ ಪಂಚಾಯತಿಗೆ ಹಾಕಿ ಸೋದರ ಪ್ರೀತಿ ವಿಶ್ವಾಸ ಅನ್ನುವಂತ ಅವಕಾಶದ ಕಲ್ಪನೆ ಆಗಲಿ ಅಂತ ನಾನು ಕೂಡ ಯೋಚಿಸಿಕೊಳ್ತಾ ನಿಮ್ಗೆಲ್ಲರಿಗೂ ನನ್ನ ವಿಶೇಷದ ಶುಭಾಶಯ ನಾನು ಇವತ್ತು ಸಲ್ಲಿಸಿಕೊಂಡು ಬಹುಶಃ ನಾವೆಲ್ಲ ಸೋದರತ ಪ್ರೀತಿ ವಿಶ್ವಾಸ ಮುಖಾಂತರ ಹೋಗುವಂತ ಅವಕಾಶ ಪಡ್ಕೊಳ್ಳಿ. ಯಾವುದೇ ಸಮಯದಲ್ಲಿ ಯಾವುದೇ ಸಹಕಾರ ಬೇಕಿದ್ರು ಕೂಡ ಒಬ್ಬ ಸೋದರನಾಗಿದ್ದುಕೊಂಡು ಮಂತ್ರಿಯನ್ನು ಬದಿಗಿರುವ, ಯಾಕೆ ಇದು ನಮ್ದು ಮಂತ್ರಿ ಎಲ್ಲ ಪರ್ಮನೆಂಟ್ ಅಲ್ಲ, ಇದೆಲ್ಲ ಟೆಂಪರರಿ ಪವರ್. ಇವತ್ತು ಬರ್ತದೆ ನಾಳೆ ಹೋಗ್ತದೆ. ನಾವು ಯಾರಿಗೂ ಇದರ ಬಗ್ಗೆ ಚಿಂತಿತರಾಗಿರುವಂತ ವಿಚಾರ ಇಲ್ಲ. ಅತ್ಯಂತ ಸಣ್ಣ ವಯಸ್ಸಿನಲ್ಲಿ ಅತ್ಯಂತ ದೊಡ್ಡ ಸ್ಥಾನ ಒಬ್ಬ ಅಲ್ಪಸಂಖ್ಯಾತ ರಾಜ ಇನ್ನು ಮುಂದೆ ಇಷ್ಟವರೆಗೆ ಸಿಕ್ಕಿಲ್ಲ. ಇನ್ನು ಸಿಕ್ಕಿದ್ರೆ ನಿಮ್ಮೆಲ್ಲರ ದುವಾ ಮತ್ತು ಅಲ್ಲಾಹನ ವಿಶೇಷ ಶಕ್ತಿ ಮುಖಾಂತರ ಆಗ್ಬೇಕು ಹೊರತು ಇಲ್ಲದ ಬಹಳ ಕಷ್ಟ ಇರುವಂತಹ ಪರಿಸ್ಥಿತಿ. ಅತ್ಯಂತ ಸಣ್ಣ ವಯಸ್ಸಿನಲ್ಲಿ ಅತ್ಯಂತ ದೊಡ್ಡ ಸ್ಥಾನ ಸಿಕ್ಕಿ ಇವತ್ತು ಎಲ್ಲರ ಪ್ರೀತಿ ಪಾತ್ರರಾಗುವಂತ ಅವಕಾಶ ಆಗಂತ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ನಿಮ್ಮೆಲ್ಲರ ದುವಾ ನಾನು ಇವತ್ತು ಯಾಚಿಸಿಕೊಳ್ಳುತ್ತಾ ನಮ್ಮಿಂದ ಏನಾದ್ರು ಸಮಸ್ಯೆ ಅಥವಾ ತಪ್ಪಾಗ್ತಂತ ನಿಮ್ಗೆ ಅರ್ಥ ಆದ ಗೊತ್ತಾದಿ ನಮ್ಮನ್ನು ಕರೆದು ನಮ್ಮನ್ನು ಸರಿಪಡಿಸುವಂತ ಅಧಿಕಾರ ಬಹುಶಃ ನಿಮ್ಗೆಲ್ಲರಿಗೂ ಇವತ್ತು ಇದೆ ಅಂತ ನಾನು ಇವತ್ತು ಹೇಳಿಕೊಳ್ಳುತ್ತಾ ಬಹುಶಃ ಇವತ್ತು ಸಮಸ್ಯೆಗೆ ಸಂಬಂಧಪಟ್ಟಾಗಿ ನಾನು ಕೇಳಿದೆ. ಇವತ್ತು ಹಲವಾರು ಧಾರ್ಮಿಕ ಮತ್ತು ಶೈಕ್ಷಣಿಕ ಕೇಂದ್ರ, 2 ಶೈಕ್ಷಣಿಕ ಕೇಂದ್ರ ಇದೆ. ಬಹುಶಃ ಇಂಜಿನಿಯರಿಂಗ್ ಕಾಲೇಜು ಕೂಡ ಇವತ್ತು ಪ್ರಾರಂಭ ಆಗುವಂತ ಅವಕಾಶ ಆಗಿದೆ. ಅಂತ ಸಂದರ್ಭದಲ್ಲಿ ಇಂಜಿನಿಯರಿಂಗ್ ಕಾಲೇಜ್ ಜೊತೆಯಲ್ಲಿ ಆದಷ್ಟು ಬೇಗ ಮೆಡಿಕಲ್ ಕಾಲೇಜು ಕೂಡ ನಿಮ್ಮ ಮುಖಾಂತರ ಪ್ರಾರಂಭ ಆಗುವ ಅವಕಾಶ ಆಗಲಿ. ನೀವು ಕರ್ನಾಟಕದ ಮುಂದೆ ಬಂದ್ರೆ ಒಬ್ಬ ಆರೋಗ್ಯ ಸಚಿವನಾಗಿ ನನ್ನ ಸಹಕಾರ ಏನ್ ಬೇಕು, ನಾನು ಮುಂದೆ ನಿಮಗೆ ಸಹಕಾರ ಕೊಡ್ಲಿಕ್ಕೆ ಕೂಡ ತಯಾರಿದ್ದೇನೆ ಅದನ್ನು ಕೂಡ ನಾನು ಇವತ್ತು ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸ್ತೇನೆ. ಅದಕ್ಕಿಂತ ಜಾಸ್ತಿ ಮಾರ್ಗದರ್ಶನ ಬೇಕಿದ್ರೆ ಮೆಡಿಕಲ್ಗೆ ಸಂಬಂಧಪಟ್ಟೆ ನಮ್ಮ ದಕ್ಷಿಣ ಭಾರತದಲ್ಲಿ ಏಕೈಕ ಮುಸ್ಲಿಂ ಯೂನಿವರ್ಸಿಟಿಯ ಚಾನ್ಸಲರ್ ಆಗಿರುವಂತಹ ಅಬ್ದುಲ್ಲಾ ಕುಮುದಿ ಇದ್ದಾರೆ. ಬಹುಶಃ ಅವರ ಮಾತು ಕೂಡ ಅತ್ಯಗತ್ಯ ಸಿಕ್ಕುವಂತ ಇವತ್ತು ವಿಚಾರ ಆಗ್ತದೆ. ಅದಕ್ಕೆ ನಾವೆಲ್ಲರೂ ಕೂಡ ಪ್ರೀತಿ ವಿಶ್ವಾಸ ಸೋದರ ಜೀವನ ಸಾಗಿಸುವಂತ ಅವಕಾಶ ಮಾಡುವ, ಪರಸ್ಪರ ಒಬ್ಬರದೊಂದು ಸಮಸ್ಯೆಕೊಂಡು ಮುಂದೆ ತೆಗೆದುಕೊಂಡು ಹೋಗುವಂತ ಅವಕಾಶ ಮಾಡುವ. ನಮ್ಗೆ ಯಾರ್ದು ಬೈದಾಗ ಮತ್ತೆ ಅವ್ರಿಗೆ ಬೈಬೇಕಾದ್ರೆ ನಾನು ಮದ್ರಾಸೆಗೆ ಹೋಗ್ಬೇಕು, ಶಾಲೆಗೆ ಹೋಗಿ ಏನು ಅಗತ್ಯ ಇಲ್ಲ. ನೀವು ಸಣ್ಣ ಮಗುವಿಗೆ ಬೈರಿ, ಆ ಮಗು ನಿಮ್ಮ ಹಿಂದಕ್ಕೆ ಬೈದೆ. ಯಾರ್ದು ನಿಮಗೆ ಬೈದಾಗ ಅವನು ಬೆನ್ನು ತಟ್ಟಿ ಅಲ್ಲಾಹ್ ತಾಲ ಇನ್ನು ಒಳ್ಳೆ ನಿಮ್ಗೆ ಒಳ್ಳೆ ಬುದ್ಧಿ ಕೊಡ್ಲಿ ಅಂತ ನೆಗಡಿಕೊಂಡು ಮುಂದೆ ಹೋಗ್ತಿರಲ್ಲ, ಅದು ನಿಜವಾದ ವ್ಯಕ್ತಿತ್ವ. ಆ ವ್ಯಕ್ತಿತ್ವ ಪ್ರತಿಯೊಬ್ಬ ಆಗಲಿ ಅಂತ ಹೇಳಿಕೊಂಡು ಸಮುದಾಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಯುವಕ ಮಿತ್ರನಿಗೆ ಹೇಳುದು ಇಷ್ಟೇ. ಒಬ್ಬ ಅಲ್ಪಸಂಖ್ಯಾತ ಕೋಮುವಾದಿ ಆದ್ರೆ ಅದು ಈ ಒಬ್ಬ ಅಲ್ಪಸಂಖ್ಯಾತ ಕೋಮುವಾದಿ ಆದ್ರೆ ಅದು ಅಲ್ಪಸಂಖ್ಯಾತ ಸಮುದಾಯಕ್ಕೆ ನಷ್ಟ ಅಲ್ಲದೆ ಬೇರೆ ಯಾರಿಗೂ ಕೂಡ ನಷ್ಟ ಇಲ್ಲ. ನಾವು ಬಹಳಷ್ಟು ಜಾಗ್ರತೆಯಿಂದ ತಮ್ಮ ಹೆಜ್ಜೆಯನ್ನು ಒಂದು ವಿಚಾರ ಇವತ್ತು ಆಗಬೇಕು. ಒಬ್ಬ ಉತ್ತಮವಾದ ಅಲ್ಪಸಂಖ್ಯಾತ ನಾಯಕನಾಗಬೇಕಾದ್ರೆ ಅವನು ಅಲ್ಪಸಂಖ್ಯಾತ ಒಲವು ಮಾತ್ರ ಅಲ್ಲ, ಬಹುಸಂಖ್ಯಾತ ಒಲುಗಳಿಸಿ ಮಾತ್ರ ಅವನು ಅತ್ಯುತ್ತಮವಾದ ನಾಯಕ ಆಗ್ತಂತ ನಾನು ಎಲ್ಲ ನಾಯಕ ಮಿತ್ರರಿಗೆ, ಯುವಕ ಮಿತ್ರರಿಗೆ ಸಲಿಮಠದ ಮುಖನೇ ನಾನು ಹೇಳಿಕ್ಕೆ ಇಚ್ಛಿಸುವ ಕೆಲಸ ನಾನು ಇವತ್ತು ಮಾಡ್ತೇನೆ. ಅದಕ್ಕೆ ನಾವು ಎಲ್ಲರೂ ಪ್ರೀತಿ ವಿಶ್ವಾಸದ ಜೀವನ ಸಾಗಿಸುವ ಮನೋಭಾವವನ್ನು ಹಮ್ಮಿಕೊಂಡು ಬಹುಶಃ ಬಹಳಷ್ಟು ಸಮಯದ ಅಭಾವದ ಕಾರಣ ಜಾಸ್ತಿ ಹೆಚ್ಚನ್ನು ಮಾತಾಡದೆ ಮುಂದಿನ ದಿನದಲ್ಲಿ ಇನ್ನಷ್ಟು ಮಾತಾಡೋ ಅವಕಾಶ ನಾವೆಲ್ಲ ಪಡ್ಕೊಳ್ಳೋಣ ನಾನು ಹೇಳಿಕೊಳ್ತಾ ನಿಮ್ಗೆಲ್ಲ ಶುಭಾಶಯ ಸಲ್ಲಿಸಿ ಬಹುಮಾನದ ಎಲ್ಲ ಉಲೇಮಾಗಲ ಉಮರಾಕಲ ಮಿತ್ರರ ದುವಾ ನಾನು ಯಾಚಿಸಿಕೊಳ್ಳುತ್ತಾ ಈ ಸಂಘಟಕನಾದಂತಹ KS ಇಸ್ಮಾಯಿಲ್ ಕಲ್ಲಡಕ ಎಲ್ಲವರ ಕಾರ್ಯಕರ್ತರ ಮಿತ್ರರಿಗೂ ನನ್ನ ವಿಶೇಷ ಅಭಿನಂದನೆ ಸಲ್ಲಿಸಿ ನನ್ನ ಮಾತು ಮುಗಿಸ್ತೀನಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಈ ಸಮಾರಂಭಕ್ಕೆ ಶುಭವನ್ನು ಕೋರಿ ಮಾತನಾಡಿದ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಆರೋಗ್ಯ ಸಚಿವರಾದಂತಹ ಸನ್ಮಾನ್ಯ UT ಖಾದರ್ ಅವರಿಗೆ കൃതജ്ഞതಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ഇനി ഇവിടെ നടക്കുന്നത് സമസ്തയുടെ ഒരു CD ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അവരുകള് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മെമ്പർ ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി ഗോൾത്തമദൽ ഇവർക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അവരുകളെയും ബഹുമാനപ്പെട്ട ഗോൾത്തമദൽ അബൂബക്കർ ഹാജി അവരുകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രഭാഷണ ലോകത്തിലെ ധ്രുവതാരങ്ങളായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെയും ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കട്ടൂർ അവരുടെയും പ്രഭാഷണത്തിന് മുമ്പ്
ബഹുമാനപ്പെട്ട ശൈഖുന കൊയ്യോട് ഉമർ ഉസ്താദ് അവറുകൾ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന കൊയ്യോട് ഉമർ ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദനായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് അവറുകളെ, ഈ മഹത്തായ സംഗമത്തിൽ സമ്മേളിച്ചിരിക്കുന്ന സാദാത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറാംഗങ്ങളായ അഭിവന്ദ്യരായ ഗുരുവര്യന്മാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി വമ്പിച്ച വിജയപ്രദമാക്കുവാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ തൗഫീഖിനെ നാം ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് പ്രവർത്തിച്ച സംഘാടക സമിതിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നതോടൊപ്പം അള്ളാഹു അവർക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ കൂടുതൽ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ സമയത്തിന്റെ കുറവ് നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അഭിവന്ദ്യനായ പ്രസിഡന്റ് മഹാനായ PKP അബ്ദുസ്സലാം മുസ്ലിയാർ അവറുകൾ ഈ സംഗമത്തിൽ സമ്മേളിക്കേണ്ടതായിരുന്നുവെങ്കിലും മഹാനവറുകൾ ദേഹാസ്വസ്ഥ്യം കാരണം കണ്ണൂരിൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രോഗവിവരത്തെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ഇവിടെ കിട്ടുകയുണ്ടായി. മഹാനവറുകൾ നല്ല ക്ഷീണിതനായിട്ട് വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഗമത്തിൽ വെച്ച് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് മഹാനവറുകളുടെ മകൻ അബ്ദുൽ ബാക്കി ഇപ്പോൾ ഫോൺ വഴി നമ്മെ അറിയിച്ചിരിക്കുകയാണ്. റഹ്മുർ-റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് മഹാനായ PKP ഉസ്താദിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശമനമാക്കി കൊടുക്കുമാറാവട്ടെ. നല്ല ആരോഗ്യത്തോടുകൂടി അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇനിയും സമസ്തയുടെ വീതിയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം നിങ്ങളെല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒട്ടേറെ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമ്മേളനങ്ങളെല്ലാം തന്നെ ഈ സമുദായത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കാലപ്രസക്തിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത 90-ാം വാർഷികം ആഘോഷിക്കുന്നത്. അഥവാ ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്ന പ്രമേയമാണ് ഈ സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രമേയം ബഹുമാനപ്പെട്ട ഉസ്താദുമാർ തെരഞ്ഞെടുത്തത് ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ആഗോളതലത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാനും IS-കാരുടെയും ഏതാനും ഭീകരവാദികളുടെയും മതമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവർക്ക് വായടപ്പൻ മറുപടി നൽകുന്ന വിധത്തിൽ ഈ ആഗോളതലത്തിലുള്ള തെറ്റിദ്ധാരണ നീക്കുന്നതിന് വേണ്ടിയാണ് ആദർശ ശുദ്ധിയുള്ള ലക്ഷങ്ങൾ ഇവിടെയുണ്ട്. ആ ലക്ഷങ്ങളാണ് ഈ ഇസ്ലാമിന്റെ മക്കൾ. അല്ലാതെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾ എന്തെങ്കിലും പുലമ്പുന്നത് വിശുദ്ധ ഇസ്ലാമല്ല. വിശുദ്ധ ഇസ്ലാമിലെ ആദർശ ശുദ്ധിയുള്ള 30 ലക്ഷം ജനങ്ങളെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആലപ്പുഴയിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം, ഈ ലോകത്തിന് തെളിയിച്ചു കൊടുക്കണം. ഒരു ആദർശ ശുദ്ധിയുടെ സമൂഹം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ ആദർശ ശുദ്ധിയുള്ള സമൂഹത്തെ ഒരാൾക്കും തന്നെ തകർക്കാൻ സാധ്യമല്ല, ഏതൊരു പണച്ചാക്കിനും തകർക്കാൻ സാധ്യമല്ല എന്ന് ശക്തമായി ഉദ്ഘോഷിക്കുകയും അത് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ സംഗമമാണ് വിശുദ്ധമാക്കപ്പെട്ട സമസ്തയുടെ 90-ാം വാർഷികം ആലപ്പുഴയിൽ ഇൻഷാ അല്ലാഹ് 2016 ഫെബ്രുവരി 11, 12, 13, 14 തീയതികളിലായി അരങ്ങേറുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മുസ്ലിം സമുദായം ഒരു ആദർശ ശുദ്ധിയുടെ വക്താക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമ സൃഷ്ടികളായ മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു വ്യക്തമായ ആദർശത്തോടു കൂടിയാണ്. ആ ആദർശ ശുദ്ധിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ സഹാബത്തിന്റെ വഴിയാണ് വിശുദ്ധമായ ആദർശ ശുദ്ധി ഈ കേരളക്കരയിലേക്കും ഇന്ത്യ രാജ്യത്തിലേക്കും വന്നിരിക്കുന്നത്. ആ ആദർശ ശുദ്ധി കെടാതെ കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹുവിന്റെ ദുനിയാവിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്ന്
നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്നവരുണ്ട്. സുന്നത്ത് ജമാഅത്തിനെ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളാക്കി ഞെളിയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ, അവിടത്തേക്ക് വരെ ആ ആദർശത്തിന്റെ വിശുദ്ധിയില്ലാതെ തമ്മാടിത്തരങ്ങൾ പറയാനും അനാവശ്യങ്ങൾ പറയാനും മുന്നോട്ട് വന്നു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ സ്ഥാനത്ത് ഏതോ ഒരു കണ്ണാക്ഷിയുടെ മുടി കൊണ്ടുവന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ, ബഹുമാനത്തെ, പ്രവാചക സ്നേഹത്തെ തകർക്കാൻ മുന്നോട്ട് വന്നവർക്ക് എന്ത് സുന്നത്ത് ജമാഅത്താണ് പറയാനുള്ളത്? എന്ത് ആദർശമാണ് പറയാനുള്ളത്? ഈ ആദർശ ശുദ്ധി കാത്തു സൂക്ഷിച്ചത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. സമസ്ത അന്ന് പറഞ്ഞത് മഹാന്മാരായ ബഹുമാനപ്പെട്ട സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ ആദരിച്ചിട്ടുണ്ട്. ആദരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അതിന്റെ ആദരവിന്റെ ഒന്നാമത്തെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് ഉറപ്പുവരുത്തുകയാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് സ്വീകരിച്ചിരിക്കുന്ന നടപടി, താബിഈങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി. താബിഈങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കിട്ടിയപ്പോൾ അതിന്റെ സനദ് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സനദ് പ്രകാരമാണ് ആ മുടി അവർ സൂക്ഷിക്കുകയും ആ മുടിയിൽ നിന്ന് ബറക്കത്ത് അവരെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സനദ് സൂക്ഷിക്കുകയും അതിന്റെ വിശ്വാസ്യത നിലനിർത്തുകയും ചെയ്യുന്ന വിധത്തിൽ മാത്രമേ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ബഹുമാനപ്പെട്ട സമസ്ത അതിന്റെ ആദർശ ശുദ്ധിയുടെ ഭാഗമായി സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സമൂഹത്തിന് യഥാർത്ഥ ആദർശ ശുദ്ധി ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ ആദർശ ശുദ്ധിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ആലപ്പുഴയിൽ വെച്ച് കാണാൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് നമുക്കൊരു ഇബാദത്താണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ മുഖം സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഭാഗവാക്കാകുന്നു എന്നത് നമുക്ക് കിട്ടുന്ന ഇസ്ലാമിന് വേണ്ടി നാം ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായതുകൊണ്ട് തന്നെ ആ സേവനത്തിൽ നിങ്ങൾ പങ്കുചേരാൻ നിങ്ങളെല്ലാവരും തന്നെ ബഹുമാനപ്പെട്ട സമസ്തയുടെ 90ാം വാർഷികം നടക്കുന്ന ആലപ്പുഴയിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു ഉദ്ഘാടന സമ്മേളനം മഹാന്മാരായ നേതാക്കൾ സംഘടിപ്പിക്കുകയും അതുവഴി നിങ്ങളെ വളരെ ഔദ്യോഗികത്തോടുകൂടി നിങ്ങളെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കാൻ തന്നെയാണ് ഈ സമ്മേളനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സജീവ സാന്നിധ്യമുണ്ടാവുകയും ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ സംബന്ധിക്കണമെന്നും മഹത്തായ ആ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ സമ്മേളനം വമ്പിച്ച് വിജയപ്രദമാക്കാൻ ഇനിയും നിങ്ങളുടെ സജീവ സഹകരണം ഉണ്ടാവേണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ദുആ കൊണ്ട് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.